പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. വ്യത്യസ്തമായ ജീവിതാനുഭവം, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവചനങ്ങളുമായി ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ സിസ്റ്റർ ഷേർലി ബിജിയാണ്. കർത്താവിൻ്റെ ദാസിയെ ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷി പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ക്ഷേമമായിരിക്കുന്നോ? കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ക്ഷേമമായിരിക്കുന്നു. ഓക്കെ, സിസ്റ്ററെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? എന്ത് ചെയ്യുന്നു? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും പാസ്റ്റർ, ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് മസ്കറ്റിൽ നിന്നും ഏകദേശം 1000 കിലോമീറ്റർ ദൂരത്തുള്ള സലാല എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് മസ്കറ്റിൽ ഫഞ്ച എന്ന ഒരു വില്ലേജിലാണ്. എനിക്ക് ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. ഓക്കെ, പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം കർത്താവിൻ്റെ ദാസി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും തുടർമാനമായിട്ട് സംസാരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം കുറച്ച് സമയം ദൈവം ജീവിതത്തിൽ ചെയ്ത നന്മകൾ, ദൈവം നടത്തിയ വിധങ്ങൾ, ദൈവത്തിന്റെ ആഴമേറിയ സ്നേഹം, ദൈവത്തിന്റെ കരുതലുകൾ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഈ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം അധികമാണ്. നമ്മെ ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്ന ദൈവവചനം എൻ്റെ ജീവിതത്തിൽ തികച്ചും അർത്ഥസമ്പുഷ്ടമായ വർഷങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കടന്നുപോയത്. എൻ്റെ കുട്ടിക്കാലം പറയുകയാണെങ്കിൽ ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ഒരു മകളാണ്. 8 മക്കളും മാതാപിതാവും അപ്പച്ചനും അടങ്ങിയ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവിന്റെ പിതാവ് മാർത്തോമ ചർച്ചിലെ ഒരു ഉപദേശിയായിരുന്നു. ബട്ട് എൻ്റെ പിതാവിന്റെ വിവാഹശേഷം എൻ്റെ മാതാവ് അനുദിനം പ്രാർത്ഥിക്കുന്ന അനുഗ്രഹീതയായ ഒരു സഹോദരിയായിരുന്നു എൻ്റെ മാതാവ്. ഒരു നല്ല മാതാവായിരുന്നു. ആ മാതാവിന്റെ ജീവിതം, പ്രാർത്ഥനകൾ, ഇതെല്ലാം പിതാവിനെ സ്വാധീനിച്ചു എൻ്റെ അപ്പച്ചനെ. അങ്ങനെ അവർ കുടുംബമായി വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ ജനിച്ചപ്പോൾ തികച്ചും ഒരു പെന്റിക്കോസ്റ്റൽ അനുഭവത്തിൽ ജനിക്കുവാൻ, വളരുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. വളരെ കുഞ്ഞു നാൾ മുതലേ ദൈവിക കാര്യങ്ങളിൽ ഇടപെടുവാനും ദൈവിക കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുവാനും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും തക്കവണ്ണം എനിക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, എൻ്റെ മാതാവ് തന്നെയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള ഒരു വലിയ സത്യം, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം എത്രത്തോളം വിജയകരമാക്കാം എന്ന് എൻ്റെ മാതാവ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുമായിരുന്നു. ഞാൻ എൻ്റെ മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തികച്ചും അഭിമാനം കൊള്ളാറുണ്ട്. കാരണം മാതാവിന്റെ ഒരു ശിക്ഷണത്തിൽ തീർച്ചയായിട്ടും വളർത്തപ്പെട്ടത് കൊണ്ട്, ഒരു ആത്മീക പശ്ചാത്തലത്തിൽ വളർത്തപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ സ്നേഹം കുഞ്ഞിലെ കേൾവിയേക്കാൾ അധികമായി രുചിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, എന്റെയൊക്കെ ഏജ് എന്ന് പറയുമ്പോൾ ഞാൻ 40s എൻ്റെ കുഞ്ഞു പ്രായമൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്താൻ വളരെ സ്ട്രഗിൾ ചെയ്ത ഒരു സമയമാണ്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അതുകൊണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും ഞാൻ അനുഭവിച്ചു എന്ന് ഞാൻ പറയത്തില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ
വളരെ വിവേകത്തോടെ പരിജ്ഞാനത്തോടെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു സമയത്തായിരുന്നു എന്റെയും ജനനം. മാത്രമല്ല 8 മക്കൾ എന്ന് പറയുമ്പോൾ വളരെ വളരെ തുച്ഛിച്ചൊക്കെ ചിലവഴിച്ച് വളർത്തിയാൽ മാത്രമേ അങ്ങനെ ഒരു തലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്നറിഞ്ഞ മാതാപിതാക്കൾ ലിമിറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ അത്യാവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ഞങ്ങളെ വളർത്തുന്ന ഒരു സമയമായിരുന്നു. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് ഇന്നൊരു നോട്ട്ബുക്ക് വേണമെങ്കിൽ ഇന്ന് കിട്ടിയെന്ന് വരില്ല, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയും എനിക്ക് ലഭിക്കുവാൻ. അപ്പം അങ്ങനെയുള്ള ഒരു അനുഭവത്തിന്റെ നടുവിലും ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുവാൻ ഉള്ള ഒരു ആഹ്വാനം എന്റെ ഭവനത്തിൽ നിന്നും എനിക്ക് ലഭിച്ചിരുന്നു. കുഞ്ഞു പ്രായത്തിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു അനുഭവങ്ങളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. അത് ചിലപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് അത് ചെറുതായി തോന്നാം, പക്ഷെ ആ ചെറിയ പ്രായത്തിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എനിക്കത് വലിയ കാര്യമാണ്. ഇന്ന് എന്റെ കുഞ്ഞുങ്ങൾ പെൻസിൽ ചോദിച്ചാൽ ഞാൻ നേരെ പോയി പെൻസിൽ അവർക്ക് മേടിച്ചു കൊടുക്കും. പക്ഷെ അന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യമല്ല. അപ്പോൾ എനിക്കൊരു ചെറിയ ആവശ്യം വന്നാൽ പോലും ഞാൻ എൻ്റെ മാതാവിനെ സമീപിക്കുമ്പോൾ എൻ്റെ മാതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞെ നീ ദൈവത്തോട് ചോദിക്ക്, ദൈവം നിനക്ക് വഴികളെ തുറന്നു തരും. അസുഖങ്ങൾ വരുമ്പോൾ പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്, നീ ദൈവത്തോട് ചോദിക്ക്, ദൈവം നിന്നെ സൗഖ്യമാക്കും. ഇങ്ങനെ എന്തിനും ഏതിനും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന, ദൈവത്തിന്റെ ആ സ്നേഹത്തെ രുചിച്ചറിയാൻ സഹായിക്കുന്ന ആ മാതാവിന്റെ ശബ്ദം അന്നത്തെ പോലെ ഇന്നും എനിക്ക് സഹായകരമാകുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരു പെൻസിലിന്റെ ആവശ്യം വന്നു. ഞാൻ വീട്ടിൽ ഇച്ചിരി വഴക്കൊക്കെ മേടിക്കുന്ന കൂട്ടത്തിലാകട്ടോ, കുഞ്ഞു പ്രായത്തിലെ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. പക്ഷെ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ട് അന്ന് പ്രയോജനം കണ്ടില്ല. അപ്പൊ ആ മാതാവ് എന്നോട് പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, ദൈവം നിനക്ക് ഒരുക്കും, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. സമയം പോയിട്ടും ഞാൻ ഒരു നിമിഷം ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ സ്കൂളിൽ എത്തും മുൻപ് എനിക്കൊരു പെൻസിൽ നീ തരണം. ഞാൻ പോയി, ഞാൻ കുറച്ചു ദൂരം നടന്നു, വഴിയിലെത്തിയപ്പോ ഒരു നടരാജിന്റെ പകുതി എഴുതിയ ഒരു പെൻസിൽ എനിക്ക് കിട്ടി. ഞാൻ അതിനെ തൂത്തു തുടച്ചെടുത്തുകൊണ്ട് ഞാൻ പോയി. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ആ കുഞ്ഞു മനസ്സിൽ അത് ദൈവം എനിക്ക് ഇട്ടു തന്നതാന്നുള്ളൊരു ചിന്ത, ദൈവം എനിക്കതൊരു കരുതി, ഈ പെൻസിൽ കരുതിയ ദൈവം എനിക്ക് വേണ്ടി എന്തും തരുമെന്നുള്ളൊരു വിശ്വാസം ആ കുഞ്ഞു മനസ്സിൽ എനിക്ക് അന്ന് മുതലുണ്ടായിരുന്നു. അതൊരു പെൻസിലിൽ തുടങ്ങി, അത് പിന്നീട് ഒരു 50 പൈസ വന്നപ്പോ ഞാൻ പിന്നെ അമ്മയുടെ അടുത്ത് പോയില്ല. ഒരു 50 പൈസ എന്റെ വീട്ടിൽ വീണ് കിട്ടുക അസാധ്യമാണ്, കാരണം വളരെ കരുതലോടെ എന്റെ പിതാവ് സൂക്ഷിക്കുന്ന സമയമാണ്. പക്ഷെ എങ്കിലും ആ പെൻസിലിൽ കിട്ടിയ ഒരു വിശ്വാസം 50 പൈസയിലും നീണ്ടു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ പക്ഷേ എനിക്ക് കിട്ടിയെന്നുള്ളതാ, വീട്ടിൽ നിന്ന് എനിക്കത് കിട്ടി, അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ടാ പോയത്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവം എന്നെ വിശ്വാസം പഠിപ്പിച്ചു, ദൈവിക ആശ്രയമുള്ളവളായി മാറി. അതെന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. എന്റെ ജീവിതത്തിന്റെ ആത്മീക തലം പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ അല്പം മറ്റുള്ള കുഞ്ഞുങ്ങളിൽ നിന്നും ആത്മീക കാര്യങ്ങളിൽ അല്പം വ്യത്യസ്തയായിരുന്നു. എന്ന് പറഞ്ഞാൽ കളിക്കാനും വിരുന്നു പോകാനും ഒരു കുഞ്ഞ് ആഗ്രഹിക്കുന്നതിനേക്കാൾ സന്തോഷം എനിക്ക് പള്ളിയിൽ പോകാനായിരുന്നു. ഈ കൺവെൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമാ പോകാൻ. അപ്പൊ ഞാൻ എന്റെ പിതാവിനോട് പറയും. അപ്പൊ അന്ന് പിതാവ്, ഞങ്ങൾക്ക് കൃഷിയാണ്, പശു അങ്ങനെ കാര്യങ്ങൾ, റബ്ബർ, അങ്ങനത്തെ ഒരു തലത്തിൽ ആ ഗ്രാമപ്രദേശത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പൊ പിതാവിനോട് പറയും, ഞാൻ കൊണ്ടുപോകാം, നീ ഒരു കെട്ട് പുല്ലരിയണം, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ടാസ്ക് എനിക്ക് തരും. പക്ഷെ എനിക്ക് ദൈവസന്നിധിയിലേക്ക് പോകുവാനുള്ള തീക്ഷ്ണമായ വാഞ്ച കൊണ്ട് എനിക്കിതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അങ്ങനെ 1-2 അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. ദീർഘദൂരം നടന്നൊക്കെ രാത്രിയിൽ ചൂട്ട് കത്തിച്ചൊക്കെ തിരിച്ചു വരുന്ന അനുഭവത്തിലൊക്കെ ഞാൻ പിതാവിനോട് കൂടെ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ആ കുഞ്ഞു പ്രായത്തിലെ എനിക്ക് ദൈവത്തോടും ദൈവിക കാര്യങ്ങളോടും, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവാത്മാവിന്റെ സന്തോഷം, ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിക്കുന്നതിലൊക്കെ എനിക്ക് ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ ഞാൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു. ദൈവത്തിന്റെ ഇഷ്ടം നിർവഹിക്കുവാനും ദൈവിക കാര്യങ്ങളിൽ ഇടപെടുവാൻ, സൺഡേ സ്കൂള് അതുപോലെ യൂത്ത് പ്രോഗ്രാമിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രോഗ്രാം അവതരിപ്പിക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സ്കൂൾ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞു. 10th ശേഷം ഞാൻ ബാംഗ്ലൂരിലേക്ക്, എന്റെ സഹോദരൻ ഒരു പാസ്റ്ററാണ്, അൺമാരീഡ് ആയിരുന്നു. അപ്പോൾ അവിടെ ചർച്ച ലഭിക്കണമെങ്കിൽ കൂടെ നമുക്കൊരു ഫീമെയിൽ സപ്പോർട്ട് വേണം, അവിടെ നഴ്സിംഗ് കോളേജിലൊക്കെ പോകണമെങ്കിൽ. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു, നിന്റെ കാരിയറും നന്നായിരിക്കും, എനിക്കും ഒരു സ്പിരിച്വൽ സപ്പോർട്ട് ആകുമെന്ന് പറഞ്ഞ് ആ കുഞ്ഞു പ്രായത്തിലെ 15 വയസ്സിൽ ചെറിയ തോതിൽ ഞാൻ മിനിസ്ട്രിയോട് ബന്ധപ്പെടുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. ഇതൊക്കെയും പറയുമ്പോൾ ഞാൻ പോലും അറിയാതെ കർത്താവ് എന്നിലുള്ള ആ ദൈവിക പദ്ധതിയിൽ എന്നെ കണക്ട് ചെയ്യുകയായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
അന്ന് അങ്ങനെ സഹോദരനോട് കൂടെ ചെറിയ തോതിൽ ഞാൻ മിനിസ്ട്രിയിൽ സപ്പോർട്ട് ചെയ്തു. വിസിറ്റ് ചെയ്യാൻ ഞാൻ പോകുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ +2 കംപ്ലീറ്റ് ചെയ്തു. മറ്റു ചില കോഴ്സുകൾ, ഷോർട്ട് കോഴ്സുകളൊക്കെ ഞാൻ പഠിച്ചു. അവിടെ നിന്നും 2003 എന്റെ വിവാഹം കഴിഞ്ഞു. എന്നെ വിവാഹം കഴിച്ചത് അവിടെ തന്നെ അടുത്തുള്ള ഒരു ക്രൈസ്തവ കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർത്തപ്പെട്ട ബിജി എന്ന ഒരു സഹോദരനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അവരും മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പ്രത്യേക സാഹചര്യത്തിൽ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ വിശ്വാസത്തിലേക്ക് വന്ന ഒരു കുടുംബമാണ്. അങ്ങനെ വിവാഹശേഷം അദ്ദേഹം മസ്കറ്റിൽ ആയിരുന്നത് കൊണ്ട് എന്നെയും അതേ വർഷം തന്നെ മസ്കറ്റിൽ കൊണ്ടുവരുവാനിടയായി. ഞാൻ മസ്കറ്റിൽ വന്ന സാഹചര്യം എന്ന് ചോദിച്ചാൽ, അന്ന് വരെ എനിക്ക് യേശുവിന്റെ സ്നേഹം അറിയാം, എനിക്ക് യേശുവിനെ അറിയാം, ഞാൻ യേശുവിനെ ആരാധിക്കും, എല്ലാം ശരിയാ. പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഫേസ് ചെയ്തത് ഞാൻ മസ്കറ്റിൽ വന്നതിന് ശേഷമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും സ്വപ്നം കാണാത്ത, ഇങ്ങനെയൊക്കെ ഉണ്ടോ ദൈവമേ ജീവിതത്തിൽ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിൽ ചില വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. പ്രായം അധികമില്ല, 21 വയസ്സേ ഉള്ളൂ. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനോ ഇതൊന്നും സഹിക്കാനോ ഒക്കെയുള്ള ഒരു മനോധൈര്യം ഒന്നുമുള്ള സമയത്തായിരുന്നില്ല അതൊക്കെ. പക്ഷേ ഈ പ്രതിസന്ധികളെല്ലാം തന്നെ ഒരു ദൈവികമാകുന്ന ഒരു വാഗ്ദത്തത്തിലേക്കും ദൈവികമാകുന്ന ഒരു പദ്ധതിയിലേക്കും എന്നെ കൈപിടിച്ചുയർത്തുവാൻ കാരണമായി തീർന്നത് കൊണ്ട് ആ പ്രതിസന്ധിയൊക്കെ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുകയാണ്. നാം കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ഹല്ലേലൂയ, വിഷമതയുള്ളതായിരിക്കാം, ജീവിതത്തിൽ അർത്ഥം കിട്ടാത്തതായിരിക്കാം, ഉത്തരമില്ലാത്തതായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ കർത്താവാണ് നമ്മെ ഇതിലൂടെ അനുവദിക്കുന്നതെങ്കിൽ നമ്മളൊരു മുത്തായി പുറത്തു വരും, നമ്മളൊരു മുത്തായി പുറത്തു വരും. ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ തളർത്തി കളയത്തില്ല. അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എത്ര വ്യത്യസ്തതയുള്ളതായിക്കൊള്ളട്ടെ, എത്ര അപക്വമായ സാഹചര്യത്തിൽ ആയിക്കൊള്ളട്ടെ, കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. നമുക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കും, ശക്തമായി നമ്മളോട് കൂടെ ഇരിക്കും, അത്ഭുതകരമായി നമ്മളെ അക്കരെ കടത്തുന്ന ദൈവമാണ്. ഈ സാഹചര്യത്തിൽ എന്റെ മാതാപിതാക്കളില്ല, എന്റെ സിബ്ലിങ്സ് എന്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയത്. അതിനകത്ത് സിഗ്നിഫിക്കന്റ് ആയിട്ട് എനിക്ക് പറയുവാൻ ഒത്തിരി ഉണ്ടെങ്കിലും ചില സാക്ഷ്യങ്ങൾ എന്റെ ജീവിതത്തിൽ എന്നെ വളരെ സ്പർശിച്ച സാക്ഷ്യങ്ങളാണ്. അത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ 21-ാം വയസ്സിൽ ഞാൻ വിവാഹിതയായി. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. എനിക്ക് തലമുറയില്ലായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു അത്ര ഒരു മെച്ചുവേർഡായി തിങ്ക് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞാൽ സീരിയസ് ആയി അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷെ 4-ാം വർഷമായപ്പോൾ എനിക്ക് എന്തോ ഒരു അപാകത പോലെ തോന്നി. എന്റെ ഹസ്ബൻഡ് ഒറ്റ മോനുള്ള വീട്ടിലാണ്. നമുക്കറിയാലോ, പാരമ്പര്യം അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ടൊരു തലമുറയെ ലഭിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമായിരുന്നു. പക്ഷെ എന്നെ അത് അലട്ടിയിരുന്നില്ല, എന്നെ അത് വേദനിപ്പിച്ചിരുന്നില്ല. പക്ഷെ സമയം ദീർഘമായപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനും ചിന്തിച്ചു. അങ്ങനെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ കടന്നുപോയി. വളരെ വിഖ്യാതയായ ഒരു ഡോക്ടറാണ്. അവര് ഗൈനക്കോളജിസ്റ്റ് കം പീഡിയാട്രിക്സ് ആണ്. അവരെന്നെ ടെസ്റ്റ് ചെയ്തു, സ്കാൻ ചെയ്തു. എന്നെ ഒറ്റയ്ക്ക് വിളിച്ചു. അവര് ഹസ്ബൻഡിനെ കൂട്ടിയില്ല, എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നീ വിഷമിക്കരുത്, നിനക്കൊരു തലമുറയെ വഹിക്കാനുള്ള ശേഷിയില്ല, ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ നിനക്കുണ്ട്, അതുകൊണ്ട് നീ വിഷമൊന്നും വിചാരിക്കരുത് എന്ന് എന്നോട് അവര് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടിട്ടും ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു. അത്രയ്ക്കുള്ള ഒരു മെച്യൂരിറ്റി എനിക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ, പ്രായം അധികമില്ലായിരുന്നു. സോ ഞാൻ തിരിച്ചു വന്നു, ഞാൻ വീട്ടിൽ വന്നു. ഞാൻ അതിനെക്കുറിച്ച് വലുതായിട്ട് വറി ആയില്ല. പക്ഷെ അറിയാമല്ലോ, ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും വളരെ എക്സ്പെക്റ്റഡോടെ ഒരു തലമുറയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതേ വർഷം നമുക്ക് വാച്ച് നൈറ്റ് സർവീസിൽ നമുക്ക് ദൈവം വാഗ്ദത്തങ്ങൾ തരും. ആ വാഗ്ദത്തങ്ങൾ എഴുതിയ കൂട്ടത്തിൽ ദൈവനിയുക്തയായി ഞാൻ 2 വാക്യങ്ങൾ എഴുതി. അതിൽ ഒരു വാക്യം ഇതായിരുന്നു: ദൈവം റാഹേലിനെ ഓർത്തു, യഹോവ എന്റെ അപേക്ഷ കേട്ടു, ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസേഫ് എന്ന് പേരിട്ടു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ വാഗ്ദത്ത വാക്യം എന്റെ കയ്യിൽ ഞാൻ പിടിച്ചു. സ്കാനിങ് റിപ്പോർട്ട് എന്റെ റൈറ്റ് ഹാൻഡിലുണ്ട്, വാഗ്ദത്ത വാക്യം എന്റെ ലെഫ്റ്റ് ഹാൻഡിലുണ്ട്. ഞാൻ ആ സ്കാനിങ് റിപ്പോർട്ടിനെ താൽക്കാലികമായി ഞാനത് എടുത്തു വെച്ചു. ഈ വാഗ്ദത്ത വാക്യം ഞാൻ കയ്യിൽ പിടിച്ചു. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ എന്റെ ഉദരത്തെ നോക്കി കൽപ്പിക്കാൻ തുടങ്ങി.
അല്ലല്ലേ? ഇന്ന് പകൽക്കാലവും ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ സ്നേഹത്തോടെ പറയാം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഹല്ലേലൂയ. വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് വിധി എഴുതിയ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് അതിനെ സാധ്യമെന്ന് വിധി എഴുതുന്ന ദൈവമാണ്. വൈദ്യശാസ്ത്രത്തിന്റെ റിപ്പോർട്ടിനെ റീകറക്റ്റ് ചെയ്യുവാൻ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യുവാൻ അധികാരമുള്ള ഏകനാമം യേശുവിന്റെ നാമം മാത്രമാണ്. വിശ്വസിക്കാൻ നാം തയ്യാറായാൽ, ഹല്ലേലൂയ, വൈദ്യശാസ്ത്രത്തെ മാറ്റി എഴുതുവാൻ ദൈവശക്തിക്ക് കഴിയുമെന്ന് എന്റെ ദൈവം അനുഭവത്തിലൂടെ എനിക്ക് തെളിയിച്ചു തരുവാൻ ഇടയായി തീർന്നു. എന്റെ അസാധ്യതകൾ, വൈദ്യശാസ്ത്രത്തിന്റെ അസാധ്യതകൾ ദൈവത്തിന്റെ സാധ്യതകളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അസാധ്യതകൾ, വൈദ്യശാസ്ത്രത്തിന്റെ അസാധ്യതകൾ ദൈവസാധ്യത്തിന്റെ സാധ്യതകളുടെ ചാനലുകളാണ്. ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സമയമായിരുന്നു അത്. ഞാൻ ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ എന്റെ ഉദരത്തെ നോക്കി കൽപ്പിച്ചു. ഈ വാഗ്ദത്ത വാക്യം പറഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനിയും ഒരു തലമുനയെ, അങ്ങനെയെങ്കിൽ 2 കുഞ്ഞുങ്ങൾ ഈ ഉദരത്തിൽ നിന്ന് എനിക്ക് ദൈവം തരണം. ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. മറ്റൊന്നും ഞാൻ ഓർക്കുന്നില്ല, മറ്റൊന്നും ഞാൻ നോക്കുന്നില്ല. 2006 ഡിസംബറിൽ എനിക്ക് ഈ വാക്യം കിട്ടി. 2007 ഡിസംബറിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിന് ഞാൻ ജന്മം നൽകി. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവം അടഞ്ഞു കിടക്കുന്നതിനെ തുറക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ഉയർന്നു കിടക്കുന്നതിനെ തകർത്ത്, അല്ലെങ്കിൽ പൊങ്ങിയിരിക്കുന്നതിനെ ഉടച്ച്, അല്ലെങ്കിൽ വീർത്തിരിക്കുന്നതിനെ ഷ്രിങ്ക് ചെയ്ത് എന്ത് മാറ്റമാണോ നമ്മുടെ ഉദരത്തിൽ സംഭവിക്കേണ്ടത്, ആ മാറ്റങ്ങൾ ചെയ്ത് നമ്മെ പുറത്തെടുക്കുന്ന ദൈവമാണ് എന്റെ ദൈവം. അല്ലെങ്കിൽ അങ്ങനെ ഒരു അത്ഭുതം എന്റെ ജീവിതത്തിൽ ചെയ്തു. എന്റെ ദൈവം എന്നെ അയക്കുന്ന ഓരോ കുടുംബങ്ങളിലും ഞാൻ ഈ സാക്ഷ്യം പറയും. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപേ മദ്രാസ് പട്ടണത്തിൽ കടന്നുപോയി. ഓരോ മീറ്റിങ്ങിലും 1-ലധികം റിക്വസ്റ്റുകൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. അല്ലല്ലേ? തലമുറകളില്ല എന്നുള്ള വിഷയം ഇന്നിന്റെ അനിവാര്യമായ ഒരു പ്രാർത്ഥനാ വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. പണ്ട് വന്ധ്യത എന്നുള്ളത് റെയർ ആയിട്ടുള്ള റിക്വസ്റ്റാണ്. 1000-ങ്ങളോ ലക്ഷങ്ങളോ പരിശോധിച്ചാൽ ഒരാൾക്ക് കാണാം. ഇപ്പോൾ അതങ്ങനെ അല്ല. ഇപ്പോൾ തികച്ചും വന്ധ്യത വളരെ കോമൺ ആയി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 1000-ങ്ങൾ എന്റെ മുൻപിൽ കടന്നു വന്നപ്പോൾ, 1000-ങ്ങൾ എന്ന് പറയുമ്പോൾ ഒത്തിരി മെനി കേസസ് എന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ കടന്നു വന്നപ്പോൾ എനിക്കൊന്ന് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയത്. ഹല്ലേലൂയ. അവരോട് എനിക്ക് തീർത്തും പറയാൻ കഴിയും, നിങ്ങളുടെ വിഷയം എത്ര കഠിനമാണെങ്കിലും, ഹല്ലേലൂയ, ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുമെന്ന് അനുഭവത്തിലൂടെ എനിക്ക് പറയുവാൻ കഴിയും. ഇന്ന് ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, തലമുറയില്ലാതെ നിങ്ങളിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടോ? അല്ല, നിങ്ങളുടെ തലമുറകൾ ഭാരപ്പെടുന്നുണ്ടോ? ഭാരപ്പെടേണ്ട. ദൈവത്തിന്റെ കരം ചലിച്ചാൽ, ആത്മാവിന്റെ ശക്തി ചലിച്ചാൽ തകർക്കേണ്ടതിനെ തകർത്ത് വരേണ്ടത് പുറത്തു വരും. ഹല്ലേലൂയ, ആമേൻ. ഹന്നായുടെ ജീവിതത്തിൽ ദൈവമാണ് ഹന്നായുടെ ഗർഭത്തെ അടച്ചത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കും പലപ്പോഴും, ആരാണ് നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കെതിരായി പലപ്പോഴും നമ്മൾ മനുഷ്യരെ ശത്രുക്കളായിട്ട് കാണും, അല്ലെങ്കിൽ നമ്മൾ പിശാചിനെ നമ്മൾ ശത്രുക്കളെ കാണും. പക്ഷെ പല സമയങ്ങളിലും അത് അങ്ങനെയല്ല. പല സമയങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി അനുവദിക്കപ്പെടുന്നത്, പരിശോധന അനുഭവിക്കപ്പെടുന്നത് നമ്മെ കർത്താവിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. ആമേൻ. നമ്മെ ദൈവമഹത്വം വെളിപ്പെടുത്താനുള്ള ഒരു പാത്രമായി കർത്താവിന് പുറത്തു കരുവാൻ ഉള്ളത് കൊണ്ട് കർത്താവ് തന്നെ ചില സമയത്ത് കണ്ണടച്ചു കളയും. ആമേൻ. പക്ഷെ ദൈവം കണ്ണടച്ചാൽ ദൈവം തുറന്നിരിക്കും. ഹല്ലേലൂയ, ആമേൻ. അതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത. പിശാച് കെട്ടിയാലും നമ്മുടെ ദൈവം തുറക്കും, ദൈവം കെട്ടിയാലും കർത്താവ് തുറക്കും. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ തയ്യാറായാൽ മതി. ഹന്ന ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തത് കൊണ്ട് കർത്താവ് അടച്ച ഗർഭം ദൈവം തുറന്നു. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാ. എത്രയോ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചത്, എത്രയോ പ്രാവശ്യം നമ്മൾ തീരുമാനമെടുത്ത് കാണും. പക്ഷേ ജീവിതത്തിൽ വിടുതലില്ലാത്ത വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദര, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറയാം. ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാം ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അടയപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടും. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ ദൈവത്തിന് വേണ്ടി നേർന്നില്ല, പക്ഷേ ദൈവത്തിന് പ്രയോജനമുള്ളവനാക്കി അവനെ വളർത്താം, ദൈവത്തിനു വേണ്ടി ഞാൻ അവനെ വളർത്താം എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്റെ ഗർഭം തുറന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ദൈവം എനിക്ക് തരുവാനിടയായി. ഞാൻ ഡിസംബറിൽ എനിക്ക് വാഗ്ദത്തം കിട്ടി. അടുത്ത ഡിസംബർ 26 കർത്താവ് എനിക്ക് ആ കുഞ്ഞിനെ തന്നു. ഹല്ലേലൂയ.
നമ്മുടെ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. നമ്മുടെ കർത്താവ് വീരനാം ദൈവമാണ്. നമ്മുടെ കർത്താവ് സർവശക്തിയുള്ള ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളില്ല. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ശരീരങ്ങളില്ല. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വ്യക്തികളില്ല. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത നിയമങ്ങളില്ല. ദൈവമക്കളെ, ഇന്ന് നാം കടന്നു പോകുന്ന പ്രതിസന്ധി എത്ര കഠിനമാണെങ്കിലും ദൈവസന്നിധിയിൽ നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ വിഷയത്തെ ഡീൽ ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ എന്റെ ദൈവം എനിക്ക് തന്നു വാഗ്ദത്തമായി. എന്റെ ഹസ്ബൻഡിന്റെ മാരേജ് കഴിഞ്ഞപ്പോഴേ ഇട്ട പേരാണ് ശാലേം എന്നുള്ള പേര്. അതുകൊണ്ട് കിട്ടിയത് 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അതേ പേര് ഞങ്ങൾ കുഞ്ഞിനിടുവാനിടയായി. അവന്റെ പേര് ശാലോം എന്നാണ്. ഇപ്പോൾ കൃപയാൽ അവൻ +1 മസ്കറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ അവനെ കൊണ്ടാവത്. ഹല്ലേലൂയ, അനുഗ്രഹം. അവൻ കഴിഞ്ഞ വർഷം സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. കുഞ്ഞു പ്രായത്തിലെ എനിക്ക് ഓർമ്മയുള്ള ഒരു അനുഭവം ഉണ്ട്. എന്റെ കുഞ്ഞിനെ കാണുമ്പോൾ അവന് ബെഡ്റൂമിലോട്ട് കയറി കുഞ്ഞു പ്രായത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്ന ആ പ്രായത്തിലൊക്കെ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വസ്തുക്കളെയൊക്കെ നോക്കി പ്രവചിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ആയിട്ട് കഥവ് തുറന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്റെ കർത്താവേ, എന്റെ ദൈവം തരുമ്പോൾ ശ്രേഷ്ഠതയുള്ളതിനെയാ ദൈവം തരുന്നത്. എന്റെ കർത്താവ് തരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. താമസിച്ചാണ് കിട്ടിയതെങ്കിലും കർത്താവ് ശ്രേഷ്ഠതയുള്ളതിനെ തരാനാ. അന്നയ്ക്ക് പറയാൻ പറ്റും, ഒത്തിരി തലമുറകളുള്ള ആ നാട്ടിൽ എനിക്ക് ദൈവം തന്നത് താമസിച്ച, പക്ഷെ എനിക്ക് ദൈവം തന്നത് ഒരു പട്ടണത്തിന്റെ പ്രവാചകനെയാ. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും താമസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ശ്രേഷ്ഠമായത് തരുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. വ്യത്യസ്തമായത് തരുവാൻ വേണ്ടിയാ. ആർക്കും തരുവാൻ കഴിയാത്തതിനെ തരുവാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അവിടെ നിന്നും ഞാൻ മുന്നോട്ട് പോകട്ടെ. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ തന്നു. പിന്നെ ഒട്ടും ഞാൻ ആ വിഷയത്തിൽ ഭാരപ്പെട്ടില്ല. ഓട്ടോമാറ്റിക്കലി എനിക്ക് രണ്ടാമതും ദൈവം ഒരു കുഞ്ഞിനെ തന്നു. ആമേൻ. ദൈവം നല്ല ഒരു പെൺകുഞ്ഞിനെ ദൈവം എനിക്ക് തന്നു. ഇന്ന് അവൾ അതേ സ്കൂളിൽ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട 2 തലമുറകളെ ദൈവം തന്നു. അത് കഴിഞ്ഞിട്ട് ഞാന് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. 2006 ഞങ്ങൾ മസ്കറ്റിന്റെ ദേശത്താണ് നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വരുവാൻ ഇടയായി തീർന്നു. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾ നാട്ടിൽ തിരിച്ചു പോകണം. ഞങ്ങൾക്ക് അവിടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹസ്ബൻഡിന്റെ ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് അവിടെ ലീവ് വേക്കൻസി ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടയായി. കർത്താവേ, ദൈവമാണ് എന്നെ ഈ ദേശത്ത് കൊണ്ടുവന്നത്. ഞാൻ ദൈവനാമത്തിന് വേണ്ടി ഭാഗികമായി അന്നും പ്രവചന ശബ്ദങ്ങളായും മറ്റു പല രീതികളിൽ സഭയോട് ചേർന്ന് പല സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും പലരോട് സുവിശേഷം പറയാൻ പോവുകയും ഒക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അതിനെനിക്കൊരു സാഹചര്യം ഞാൻ നോക്കാറില്ല. വണ്ടി ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ടില്ല. ദൈവം എനിക്ക് തരുന്ന ആലോചനകൾ ഞാൻ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് റിസീവ് ചെയ്തിട്ട് അതേതുവിനെയും അത് എത്തേണ്ട വ്യക്തികളിൽ ഐദർ ഓൺലൈൻ ആകാം, ഇല്ലെങ്കിൽ ഞാൻ അത് അടുത്തുള്ള ഒരവസ്ഥയാണെങ്കിൽ ഞാൻ നടന്നുപോയി ആ വ്യക്തികളോട് ഈ ശബ്ദം അറിയിക്കുന്ന ഒരു ശീലം എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ കർത്താവ് മിനിസ്ട്രിയിൽ ചെറുതായിട്ടൊക്കെ പ്രയോജനപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴാണ് എനിക്ക് ആ ദേശത്തെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നേരിട്ടു. അത് എന്റെ ഹസ്ബൻഡിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, വാ നമുക്ക് നാട്ടിൽ പോകാം. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവഹിതം അങ്ങനെയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ ഒരു 2 ദർശനം കാണിച്ചു. ഒന്ന്, എന്റെ ഹസ്ബൻഡ് ഒരു കടയിൽ ഒരു സിവിൽ ഡ്രസ് ഇട്ട് നിൽക്കുന്നതും മുൻപിൽ ഒരു പിക്കപ്പ്, അതിന്റെ കളർ അടക്കം എന്നെ കാണിച്ചു. ഒരു വൈറ്റ് വിത്ത് മെറൂൺ ഒരു പിക്കപ്പോട് കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ദൈവം എന്നെ കാണിച്ചു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു, തികച്ചും ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ ഇവിടെ കണ്ടിന്യൂ ചെയ്യണം. അപ്പം അവിടെ ഒരു ചെറിയ ഒരു അനുഭവം ഉള്ളത് എന്താന്ന് വെച്ചാല്, അന്ന് ഞങ്ങൾക്ക് ആ നിയമം, ഞങ്ങൾ ചെയ്യുന്ന ജോലി മെക്കാനിക്കൽ ഫീൽഡാണ്. അന്ന് അവിടെ വിസ റിലീസ് ചെയ്യാത്ത ഒരു സമയമാണ്. ആ പ്രത്യേക പ്രൊഫഷൻ നിർത്തിവെച്ചിരിക്കുകയാണ്. അവരാർക്കും ഒരു നാഷണാലിറ്റീസിനും അന്ന് വിസ റിലീസ് ചെയ്യാത്ത ഒരു സമയമായിരുന്നു. സോ ഹസ്ബൻഡ് ചോദിച്ചു, നമ്മുടെ മറിയ ചോദിച്ചതുപോലെ, ഇതെങ്ങനെ നടക്കും? ഇത് സാധ്യമാണോ? നിയമം നമുക്ക് വിരോധമല്ലേ? ഞാൻ പറഞ്ഞു, കർത്താവല്ലേ പറഞ്ഞത്, കർത്താവിന് അസാധ്യമായ വല്ല കാര്യമുണ്ടോ? നമുക്ക് വെയിറ്റ് ചെയ്യാം, ദൈവം വഴികളെ തുറക്കും എന്ന് ഞാൻ പറയുവാനിടയായി.
അന്ന് താൽക്കാലികമായി ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെയുള്ള അധികാരികളോട് സംസാരിച്ചു. പെട്ടെന്ന് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തു. ചെറിയ ഒരു ആളല്ലായിരുന്നു എന്റെ വിഷയം ഏറ്റെടുത്തത്. അവിടെയുള്ള ശക്തനായ ഒരു വ്യക്തിയായിരുന്നു, നല്ലൊരു പ്രൊഫഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എന്റെ വിഷയം ഏറ്റെടുത്തു. അദ്ദേഹം പല പ്രാവശ്യം ലേബർ ഓഫീസിൽ പോയി, പല പ്രാവശ്യം അദ്ദേഹം ട്രൈ ചെയ്തു. അദ്ദേഹത്തിന് കിട്ടിയ മറുപടി, ഈ പ്രൊഫഷൻ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു നാഷണാലിറ്റീസിനും ഞങ്ങൾ ഈ പ്രൊഫഷനിൽ ഞങ്ങൾ വിസ റിലീസ് ചെയ്യുന്നില്ല, ഞങ്ങൾ അങ്ങനെ പെർമിറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സോ ഓക്കെ, ഞാൻ എന്റെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ഉപവാസം ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കഴിക്കും, പിന്നെ 3 days ഫാസ്റ്റിംഗ് എടുക്കും, പിന്നെയും ഞാൻ കഴിക്കും. അങ്ങനെ ഞാൻ ഉപവാസത്തോടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലാസ്റ്റ് ട്രൈ അദ്ദേഹം പോകാൻ വേണ്ടി എന്റെ അടുത്ത് വന്നു. അപ്പം അദ്ദേഹം ഒരു അറബ് വംശജനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കും, ഇന്ന് നിനക്ക് കിട്ടിയാൽ നിനക്ക് ഈ ദേശത്ത് കണ്ടിന്യൂ ചെയ്യാം, നിനക്ക് ഇന്ന് ഇത് സാങ്ഷനായി കിട്ടിയില്ലെങ്കിൽ നിനക്ക് നിന്റെ നാട്ടിൽ പോകാം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, ദൈവമക്കളെ, നമുക്ക് വേണ്ടി ദൈവത്തിന് ഒരു പ്രവൃത്തി സാധ്യമാക്കണമെങ്കിൽ കർത്താവ് ആരെയും ഉപയോഗിക്കും. ഏലിയാവിന് വേണ്ടി കർത്താവ് ഉപയോഗിച്ചത് അപ്പം കൊടുക്കാത്ത കാക്കയാണ്. കാക്കയുടെ സ്വഭാവം അനുസരിച്ച് ഇങ്ങോട്ടെന്നേ ഉള്ളൂ. അതൊരു കൊച്ചു കുഞ്ഞാണെങ്കിലും മനസാക്ഷി കാണിക്കത്തില്ല. അതുകൊണ്ടല്ലേ ഉണ്ണിയുടെ അപ്പം നമ്മൾ പാട്ട് പാടുമല്ലോ, അല്ലല്ലോ കാക്ക കൊത്തിക്കൊണ്ട് പോയെന്ന്. ഇതാണ് കാക്കയുടെ സ്വഭാവം എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ടെന്ന് മാത്രമുള്ള അല്ലെങ്കിൽ അനുഭവത്തിൽ ഏലിയാവിനെ ദൈവം പോറ്റുവാൻ അല്ലെങ്കിൽ അതേ കാക്കയാണ് കർത്താവ് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. ഒരു പ്രവാചകനെ മാനസാന്തരത്തിൽ കൊണ്ടുവരുവാൻ ദൈവം ഒരു കഴുതയാണ് ഉപയോഗിച്ചത്. കർത്താവിന് മാധ്യമങ്ങൾ എന്തുമാകാം, ആരുമാകാം. നമ്മൾ ചിന്തിക്കുന്നവരോ ആരും ആയിരിക്കില്ല നമ്മളെ സഹായിക്കുന്നത്. നാം ചിന്തിക്കാത്ത സ്ഥലത്ത്, നാം ചിന്തിക്കാത്ത അനുഭവങ്ങളിൽ, നാം ചിന്തിക്കാത്ത വ്യക്തികളിൽ കൂടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് ഏതെല്ലാം വഴിയടഞ്ഞു, ഇനി എനിക്ക് പ്രതീക്ഷയില്ല എന്ന ഭാരത്തോടെ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ വിശ്വാസത്തോടെ സ്നേഹത്തിലൊരു കാര്യം പറയാം. നമ്മുടെ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ കർത്താവിന് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. മൃഗമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വൃക്ഷമായിക്കൊള്ളട്ടെ, ജന്തുവായിക്കൊള്ളട്ടെ, അത് അന്യരായിക്കൊള്ളട്ടെ, ആരായിക്കൊള്ളട്ടെ, നമ്മുടെ കർത്താവിന് ഈ ലോകത്തിൽ സാധ്യതകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ദൈവത്തിന് സാധ്യതകൾ മാത്രമേ ഉള്ളൂ. കർത്താവ് എനിക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ച വിധം പറയുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അവിടെ എന്റെ സ്പോൺസർ കടന്നുപോയി. അദ്ദേഹം ഒരു വ്യക്തിയെ കാണുവാൻ ഇടയായി തീർന്നു. അദ്ദേഹവും അതേ ലോക്കൽ വംശത്തിലുള്ള ഒരു വ്യക്തിയാണ്. അന്ന് വരെ അദ്ദേഹം കണ്ടിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിരുന്നു. ഏറിയ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സുഹൃത്തിനെ കണ്ടുമുട്ടുന്നത്. പക്ഷെ അദ്ദേഹം ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ എന്റെ സ്പോൺസർ പറഞ്ഞു, എനിക്കൊരു ഇന്ത്യൻ വംശജന് ഇങ്ങനെ ഒരു ലേബർ വിസ, ഒരു മെക്കാനിക്കൽ വിസ ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ആ വിസ റിലീസ് ചെയ്യുന്നില്ല, എങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം. ഇനി ഞാൻ പറയാം, ഈ വംശജന്റെ ജോലി ആ ലേബർ ഓഫീസറിന് ടീ കൊടുക്കുക, അല്ലെങ്കിൽ ഓഫീസ് പോലെ അദ്ദേഹം അവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനുള്ളിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഏറിയ വർഷങ്ങൾ ഞങ്ങളുടെ സ്പോൺസറിന് ഒരു ബന്ധവുമില്ല, കണക്ഷൻസ് ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഡോക്യുമെന്റ്സ് കൊടുത്തു. നിങ്ങൾക്ക് കേൾക്കണമോ? ഈ ടേബിളിലേക്ക് ഈ ഡോക്യുമെന്റ്സ് പോയി, ഒന്നും നോക്കിയില്ല. അദ്ദേഹം സീലെടുത്തു, സൈൻ ചെയ്തു, ഞങ്ങൾക്ക് വിസ സാങ്ഷൻ ചെയ്തു. ഹല്ലേലൂയ. നിയമത്തെ മാറ്റുവാൻ അധികാരമുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിന് മാത്രമാണ്. രാജ്യം വിഷയമല്ല, അല്ലെങ്കിൽ നിയമത്തിന്റെ അസാധ്യതകൾ ദൈവത്തിന് വിഷയമല്ല. നിയമത്തെ മാറ്റി എഴുതുവാൻ, രേഖയെ മാറ്റി എഴുതുവാൻ, ജീവിതത്തിന്റെ ഭാവിയെ മുന്നോട്ട് തെളിയിക്കുവാൻ, പ്രകാശമായി മാറുവാൻ നമ്മുടെ ദൈവത്തിന് അധികാരമുണ്ടെന്ന് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് പറയാം. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആരെങ്കിലും ഏതെങ്കിലും നിയമക്കുരുക്കിൽ, ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും പട്ടണത്തിൽ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവോ? എന്റെ വിസ തീർന്നുപോയി, അല്ലെങ്കിൽ എന്റെ ജോബ് തീർന്നുപോയി, എനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, എങ്ങനെ ഞാൻ മുന്നോട്ട് പോകും? എന്റെ സ്റ്റേ ബാക്ക് തീർന്നുപോയി, എനിക്ക് വിസ അടിച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് രാജ്യത്ത് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല, എന്റെ കമ്പനിയിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റി. അങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നോക്കി പറയുകയാ, എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങിയാൽ
ഏത് അധികാരിയുടെ കരവും ചലിച്ചു തുടങ്ങും. ഐ റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. എന്റെ ദൈവത്തിന്റെ കരം എനിക്ക് വേണ്ടി ചലിച്ചാൽ അധികാരിയുടെ കരം അറിയാതെ ചലിക്കും. ചലിക്കാത്ത കരം ചലിച്ചു തുടങ്ങും. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഞാനൊരു വാക്യം ഹല്ലേലൂയ നോട്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചപ്പോൾ അന്ന് വരെ ചലിക്കാത്ത ഭൂമി ചലിച്ചു തുടങ്ങി. ഹല്ലേലൂയ. വിശ്വാസമുള്ള ദൈവമക്കളെ, ചലിക്കാതെ കിടക്കുന്നതിനെ ചലിപ്പിക്കുവാൻ പരിശുദ്ധയാത്മാവിന് കഴിയും. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ചലിച്ചപ്പോൾ എന്റെ ഡോക്യുമെന്റ്, അസാധ്യമെന്ന് നിയമം പറഞ്ഞ ഡോക്യുമെന്റ് അവിടെ റിലീസായി മാറുവാൻ ഇടയായി. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്റെ ദൈവം നമ്മുടെ ബന്ധനത്തെ അഴിച്ചാൽ ആ പട്ടണത്തിന്റെ ബന്ധനം നമ്മിലൂടെ അഴിയുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. എന്റെ അവസ്ഥയ്ക്ക്, എന്റെ അനുഭവത്തിന് അവിടെ ബന്ധനം റിലീസായപ്പോൾ അവിടെ അനേക കടകൾ തുറക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അടഞ്ഞുകിടന്ന കടയാ ഞങ്ങൾ തുറന്നത്. എങ്ങനെയാണ് ആ കട അടയ്ക്കപ്പെട്ടതെന്നറിയാമോ? വിസ റിലീസാകാതെ അടച്ചതാ. മറ്റൊരു നാഷണാലിറ്റി ഇതേ ആവശ്യവുമായി ലേബർ ഓഫീസർ പോയി. അവർ റിജക്ട് ചെയ്തപ്പോൾ അടച്ച കടയെ, ആ ഷെൽട്ടറിനെ ഞങ്ങൾ വിശ്വാസത്തോടെ തുറന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാ കേട്ടോ. നിയമത്തെ മാറ്റി എഴുതുവാൻ, നിയമ ചട്ടങ്ങളെ മാറ്റി എഴുതുവാൻ, ഒരു പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി ഇറങ്ങി വരുവാൻ അധികാരം പ്രാപിച്ച ഏകനാമം യേശു എന്ന നാമമാണെന്ന് സധൈര്യം എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. ഇന്നും ഭാരത്തോട് ഈ വിഷയത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഞാൻ ആത്മാവിൽ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, തികഞ്ഞ അനുഭവത്തോടെ ഞാൻ പറയാം, കണ്ണുനീർ ഒഴിക്കാൻ ഞാൻ തയ്യാറാണെങ്കിൽ കണ്ണുനീർ തുടയ്ക്കാൻ ദൈവം തയ്യാറാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം ചലിപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന ഭക്തന് കഴിയും കേട്ടോ. പ്രാർത്ഥനയും ഉപവാസവും എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആരുമില്ല, ഏകയാണ്. സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഒന്നൊന്ന് നിൽക്കു കുഞ്ഞെ എന്ന് പറയാൻ ആരുമില്ല. കുഞ്ഞെ, നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും എന്ന് പറയാനുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും വിശ്വാസികളുമുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും നമുക്ക് ആശ്വാസമായി തീരത്തില്ല കേട്ടോ. കാരണം നിയമമെല്ലാം പ്രതികൂലമാകുമ്പോൾ, ഹല്ലേലൂയ, സഹായിക്കാൻ തോന്നുന്നവർ അല്ലെങ്കിൽ ചെയ്യുന്നവർ പോലും നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ വചനം പറയുന്നു, എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ എന്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തു. ഇനി വിസ റിലീസായി എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒത്തിരി ആവശ്യങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഒത്തിരി സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്. വണ്ടി വേണം, കട വേണം, റിലീസ് വേണം, പുതിയ സ്റ്റാഫ് വേണം. പറഞ്ഞാൽ തീർത്താൽ തീരാത്ത സാമ്പത്തിക ആവശ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയുടെ ഉപവാസം തുടർന്നുകൊണ്ടേയിരുന്നു. ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾക്ക് കേൾക്കണമോ? ലേബർ ഓഫീസിൽ ദൈവം ഒരു ചായ കൊടുക്കുന്ന ഒരു ഓഫീസ് ബോയെ ഒരുക്കിയെങ്കിൽ എന്റെ മുൻപോട്ടുള്ള യാത്രയിൽ കർത്താവ്, ഹല്ലേലൂയ, മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ എനിക്ക് വേണ്ടി ഒരുക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൂർണ്ണമായും, ഹല്ലേലൂയ, എന്റെ വിഷയത്തിൽ വളരെ താല്പര്യത്തോടെ വാഹനം മുതൽ റിലീസ് മുതൽ ലേബർ കാർഡ് വരെ സകലതും ഒന്നൊന്നായി എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടു. ഈ സമയം ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, ഹല്ലേലൂയ, കർത്താവ് പൂർണ്ണമായും ബാക്കിയുള്ള കാര്യങ്ങളെ ചെയ്തു തരും. എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കരം ചലിച്ച പിന്മാറത്തില്ല. പൂർത്തീകരിക്കാതെ എന്റെ ദൈവം അവിടുന്ന് മാറിപ്പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം പൂർത്തീകരിക്കുന്ന ദൈവമാ. He is a God of completing God. He will complete the works and he will leave us. Hallelujah. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടേ നമ്മെ വിട്ടവൻ മാറത്തുള്ളൂ. ഹല്ലേലൂയ. പ്രിയ പ്രേക്ഷകരെ, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെ ആവശ്യമാണോ എല്ലാം കർത്താവ് ചെയ്തു തന്നു. ഒന്നും അറിയാതെ വാഹനം വീടിന്റെ മുൻപിൽ വന്നു. ഹല്ലേലൂയ. ഒരു റിസ്കും ഇല്ലാതെ എനിക്ക് റിലീസ് കിട്ടി. ഒരു റിസ്കും ഇല്ലാതെ എനിക്ക് ലേബർ വിസ ലേബർ കാർഡ് അടിച്ചു കിട്ടി. പൈസയുടെ ഒരു പ്രശ്നവുമില്ലാതെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞാൻ കണ്ട അതേ കാഴ്ച കട തുറന്നു, ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അതിലേ കൂടി യാത്ര ചെയ്തപ്പോൾ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടി, ഒരു കട പോലും ഇല്ലാതെ ഇരുന്ന ആ മണ്ണിൽ ഇപ്പോ ഒന്ന് എണ്ണി നോക്കിക്കേ എത്ര കടകളാണെന്നാ. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ ഞാൻ വചനം ഒന്ന് കോട്ട് ചെയ്യുക ദേവദാസനെ. ഇരമ്യാവേ, ഹല്ലേലൂയ, ഒരു നിലം വാങ്ങി കേട്ടോ. ഹല്ലേലൂയ. നിലം വാങ്ങി
അവിടെ അപ്പോൾ കൈമാറ്റങ്ങൾ തുടങ്ങിയെന്ന് ഒരു വചനമുണ്ട്. യിരെമ്യാവ് നിലം വാങ്ങി, ബന്ധനം തകർത്ത ഭൂമി കൈമാറ്റ ഭൂമിയായി മാറി. അവിടെ തോട്ടങ്ങളുടെ കൈമാറ്റങ്ങൾ നടന്നു എന്ന് പറഞ്ഞതുപോലെയാ ഉണങ്ങിക്കിടന്ന ആ പട്ടണം, ഉണങ്ങിക്കിടന്ന ആ വില്ലേജ് ഹല്ലേലൂയ കടകളുടെ പരമ്പരകളായി മാറി. നിയമം മാറ്റി എഴുതി ദൈവം ആ പട്ടണത്തിൽ ഇപ്പോൾ അല്ലെങ്കിൽ എണ്ണിത്തീർക്കാൻ കഴിയാത്ത വിധത്തിൽ ഇതേ കടകളാണ് അവിടെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആ ബന്ധനം തകർക്കേണ്ടിവർ, നമ്മൾ ആ അഭിഷേകമുള്ളവർ, നമ്മൾ ആ നിയമം മാറ്റുന്നവർ, നമ്മൾ ആ പ്രകൃതിയെ മാറ്റുന്നവർ. ഹല്ലേലൂയ. ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ പറയട്ടെ, ഇന്നും അതേ സ്ഥലത്ത് തന്നെയാ ഞങ്ങൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. ഞാൻ പിന്നെയും പറയാം, നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ. എന്തെങ്കിലും വിഷയത്തിൽ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുകയാണോ? മുന്നോട്ടൊരു സ്റ്റെപ്പ് എങ്ങനെ വെക്കുമെന്നറിയാതെ, ആര് സഹായിക്കുമെന്നറിയാതെ, ആർക്ക് സഹായിക്കാൻ കഴിയുമെന്നറിയാതെ, അല്ലെങ്കിൽ തെല്ലും പ്രതീക്ഷയില്ലാതെ തികച്ചും നിരാശയിൽ കഴിയുന്ന വ്യക്തി ജീവിതമാണോ താങ്കൾ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോകുന്നു എന്ന്. പകൽക്കാലം ഈ ശബ്ദം നിങ്ങൾക്കുള്ളതാ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കും. ഹല്ലേലൂയ. കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. കുറച്ചേറെ വർഷങ്ങൾക്ക് മുൻപേ ഞാൻ പറഞ്ഞല്ലോ, ബാംഗ്ലൂർ പട്ടണത്തിലാണ് ഉണ്ടായിരുന്നത്. ഒരു ദിവസം ഞാൻ എന്റെ നാട്ടിലേക്ക് വരാൻ വേണ്ടി തയ്യാറെടുത്തപ്പോൾ ഞങ്ങളുടെ നെയ്ബറിൽ ഒരാൾ പറഞ്ഞു, ഞാനും പോകുന്നുണ്ട് നിലമ്പൂരിലേക്ക്, ഞങ്ങളുടെ കൂടെ വരാം. കാറിലായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്ഥലം ബാംഗ്ലൂർ ടു ഗൂഡല്ലൂർ കഴിഞ്ഞ് ഗൂഡല്ലൂർ ക്രോസ് ചെയ്താണ് ഞങ്ങളുടെ നിലമ്പൂരിലേക്ക് പോകുന്നത്. അപ്പൊ ഒത്തിരി ഹെയർ പിൻ ഉണ്ട് റോഡുകളിലൊക്കെ, അങ്ങനെ ഹെയർ പിന്നുകൾ ഒത്തിരി ഉണ്ട്. സോ ഞങ്ങളുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹിക്കപ്പെട്ട മകൻ വണ്ടി ഓടിക്കുന്നതിനിടയിൽ, അതൊരു പുതിയതായിട്ട് മേടിച്ച വണ്ടിയാ, നമുക്ക് അറിയത്തില്ല അതെങ്ങനെയാ അതിന്റെ കാര്യങ്ങളെന്നൊക്കെ. അപ്പം നമ്മൾ യാത്രികരാണല്ലോ, നമ്മൾ അപ്പം ഡ്രൈവിങ്ങിനെ കുറിച്ചൊന്നും അറിയാകാറില്ല. അദ്ദേഹം വണ്ടി ഓടിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കൾ കൂടെയുണ്ട്, ഞാനും ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബ്രേക്ക് സിസ്റ്റം പോയി. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞില്ല. വളരെ എയർപിന്നിൽ അവിടെ എവിടെ നിർത്താൻ പറ്റത്തില്ല. അപ്പം ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെ അദ്ദേഹം വണ്ടി ഓടിക്കുകയാണ്. ഏത് നിമിഷവും കയ്യിൽ നിന്ന് പോകാം, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം. ഏറ്റവും ഏറ്റവും വേദനിപ്പിക്കുന്ന വിഷയം കൊക്കയാണ്. താഴെ കൊക്കയാണ്. ഇവിടെ നിന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ കൊക്കയിലേക്ക് നമ്മൾ, വലിയ ആഘാതത്തിലേക്ക് നമ്മൾ വീഴും. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് നമുക്ക് ആർക്കും അറിയത്തില്ല കേട്ടോ. വണ്ടി ഓടിക്കുന്ന ദേവദാസിന് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം ഒരു സമയത്ത് അല്ലെങ്കിൽ പറഞ്ഞു, ഇതുപോലെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ നമുക്ക് അതിന്റെ ഡീപ്പ് അറിയത്തില്ല. പക്ഷെ എങ്ങനെയോ അദ്ദേഹം കൊണ്ടുപോയി ഒരു സ്ഥലത്ത് നിർത്തി. ഞങ്ങൾ വണ്ടി ഇറങ്ങി നോക്കിയപ്പോഴുണ്ടല്ലോ, നിന്നിരിക്കുന്ന ചെറിയൊരു ചുള്ളിക്കമ്പ്, കനമില്ലാത്ത ഒരു കമ്പിലായി വണ്ടി പോയി നിൽക്കുന്നതാ. പ്രിയ ദൈവമക്കളെ, അത് കൈകൊണ്ടൊടിച്ചപ്പോ അത് പൊട്ടിപ്പോയി. പക്ഷെ ഇത്രയും വലിയൊരു വാഹനം അവിടെ പോയി നിർത്തി. താഴെ നോക്കിയപ്പോഴോ വലിയ കൊക്കയാ. എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ ഭിത്തിയുള്ള സൈഡിലല്ല നിന്നത്, കൊക്കയുടെ സൈഡിലാണ് നിന്നത്, ലെഫ്റ്റ് സൈഡിലാണ് നിന്നത്. അവിടെ നിന്ന് നോക്കിയാൽ താഴോട്ട് കൊക്കയാ. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മളെ കുറിച്ച് എന്തെങ്കിലും പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, സാക്ഷാൽ മരണം പോലും മാറ്റി, സാക്ഷാൽ പ്രാണനെ പോലും രക്ഷിച്ച കർത്താവ് നമ്മെ പുറത്തെടുക്കുന്ന ദൈവമാ. എന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, എന്നെ ദൈവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, എന്നെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, സാക്ഷാൽ മരണത്തെ മാറ്റി ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം കരം പിടിക്കുന്ന ദൈവമാ. എന്ന രാത്രിയിലും ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഞാനിത് പറയുമ്പോൾ, മരണത്തിൽ നിന്ന് വിടുവിച്ചൊരു ദൈവത്തെയാ ഞാനിപ്പോൾ പ്രസ്താവിക്കുന്നത്. മരണഭയത്തിൽ കഴിയുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോ? നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നു. ദൈവാത്മാവിൽ ഞാൻ പറയാം, കർത്താവ് ജീവന്റെ ഉത്തരവാദിയാ. ജീവൻ തന്നവന് മാത്രമേ ജീവൻ എടുക്കാൻ കഴിയത്തുള്ളൂ. അത്രയും ഒരു പ്രതിസന്ധിയിൽ എന്റെ ദൈവം എന്നെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഇന്ന് നിങ്ങളോട് ഈ സന്ദേശം പറയാൻ വേണ്ടിയാ. ഹല്ലേലൂയ. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. കർത്താവ് അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീർന്നു വിടുവിച്ച ദൈവം നിങ്ങളെയും വിടുവിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഭാരപ്പെടേണ്ട. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. നിങ്ങൾ ജീവനോടിരുന്ന പട്ടണങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയായി മാറും. വിശ്വസിച്ച് പറയാമോ? ഹല്ലേലൂയ. മരണത്തിന്റെ അടുത്ത്, മരണവക്കിലായിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മരണത്തെ ഭയപ്പെടേണ്ട. നിങ്ങളെ ജീവനോടെ ഇരുത്തി പട്ടണങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷിയാക്കി മാറ്റുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? കഴിയണം.
പത്രോസിന്റെ തലയറക്കുമെന്ന് വചനത്തിൽ ചിലതൊന്നും ഞാൻ കോട്ട് ചെയ്തോട്ടെ, എന്റെ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ട്. ഹല്ലേലൂയ. പിറ്റേന്ന് മരണം, തല കറക്കുകയാ. പക്ഷെ പത്രോസ് കിടന്നുറങ്ങുന്നത് എന്തുകൊണ്ടാ? വിശ്വാസം. ദൈവം തന്നോട് പറഞ്ഞ വാഗ്ദത്തം. പ്രിയ ദൈവമക്കളെ, നാം വാഗ്ദത്തം കേട്ട ഒരു ദൈവ പൈതലാണോ നിങ്ങൾ? എന്തിനു ഭാരപ്പെടുന്നു? എന്തിനു ഭയപ്പെടുന്നു? കർത്താവ് അനുവദിക്കാതെ ഹല്ലേലൂയ മരണത്തിന് പോലും നമ്മെ തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്ന് ഹല്ലേലൂയ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അങ്ങനെ വലിയ മരണത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. അല്ലെങ്കിൽ ദൈവം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് മാത്രമേ മരണത്തിൽ നിന്നും നീക്കുപോക്ക് തരാൻ കഴിയത്തുള്ളൂ. എന്റെ അപ്പച്ചനും ഞാനും ഒരുപോലെ ചിക്കൻ പോക്സ് വന്ന ബാധിതരായി. ഞങ്ങളുടെ വീട്ടിൽ അത് വന്ന് മാറി, പലർക്കും, കുഞ്ഞുങ്ങൾക്ക് അധികം വന്നില്ല, വന്നവർക്ക് മാറി. പക്ഷെ എനിക്കിത് വന്നപ്പോൾ വളരെ കൂടിയ രീതിയിൽ എനിക്കിത് വന്നു. അതിന് കാരണമുണ്ട്. അന്ന് പഥ്യം നോക്കിയാണ് ചിക്കൻ പോക്സ് ഒക്കെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഉപ്പില്ലാത്ത കഞ്ഞിയും ഉണക്ക പപ്പടവും നമുക്ക് അവർ തരും. ഇത് മാത്രമേ നമുക്ക് തരത്തുള്ളൂ. അപ്പൊ ഇത് കഴിച്ച് ഞാൻ മടുത്തു. അപ്പൊ അത് ആഴ്ചകൾ കടന്നുപോയി. അപ്പം ഒരു ദിവസം എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ അപ്പച്ചനോട് ഞാൻ പറഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല, അത് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഒന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, വീട്ടുകാരറിയാതെ അടുപ്പിൽ കയറി മത്തിത്തോരൻ കഴിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വീട്ടുകാരോട് പറഞ്ഞില്ല, കാരണം അവരെ എന്തോ ആവശ്യത്തിന് വീടിന്റെ വെളിയിൽ പോയ സമയം. ആരും ഇല്ലല്ലോ. ഈ കഞ്ഞിയും ഈ പപ്പടവും കഴിച്ച് നമുക്ക് എനിക്ക് ഉപ്പും മുളകും എരിയൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അതോ അപ്പച്ചന്റെ പെർമിഷനും ഇൻഡയറക്റ്റ് സപ്പോർട്ടും എനിക്ക് ഉണ്ടായിരുന്നോ എന്നത് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഞാൻ അടുക്കളയിൽ കയറി ഞാൻ മീൻ തോരൻ വെച്ച് ഞാൻ കഴിച്ചു. കട്ട് കഴിക്കുന്നോണ്ടേ നമുക്ക് പെട്ടെന്ന് ഒത്തിരി നമ്മൾ കഴിച്ചു. പെട്ടെന്ന് എനിക്കിങ്ങനെ കഴിക്കാതിരിക്കുകയല്ലേ നമ്മള്. അപ്പൊ അങ്ങനെ രുചി വഴിക്ക് കിട്ടിയപ്പോ ഞാൻ കഴിച്ചു കഴിഞ്ഞത് ഈ സംഭവം കൂടി കേട്ടോ. മരുന്നൊന്നും ഇല്ലല്ലോ അന്ന്, നമ്മൾ ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല. ഇത് കൂടിയിട്ട് എന്റെ ശരീരം മുഴുവൻ പൊട്ടി വ്രണമായി, പഴുപ്പ് വന്ന് ശരീരം മുഴുവൻ പഴുത്തൊഴുകി. അപ്പൊ തലയില് ആണ് കൂടുതൽ വന്നത്. തലമുടിയെല്ലാം ഒന്നിച്ചു കെട്ടി എന്റെ അമ്മച്ചിയുടെ അനിയത്തി ലാസ്റ്റിൽ എന്നെ മുട്ടയടിച്ചു. അതുപോലെ തലയിൽ ഒരു മുടി പോലും പറഞ്ഞു വരത്തില്ല, കാരണം പസ്സുകൾ നിറഞ്ഞിട്ട് ഈ മുടി ഒരു കൂട്ടമായി, കൊണ്ട എന്ന് പറയുന്ന കൂട്ടമായി ഒരു ഉണ്ട പോലെയായി മുടി. അന്ന് ഇച്ചിരി നല്ല മുടി ഉണ്ടായിരുന്നു. സോ അതെല്ലാം കൂടി ഒന്നിച്ച് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് മുട്ടയടിച്ചു. ഒറ്റ കട്ട് ചെയ്തിട്ട് അവര് മുട്ടയടിച്ചു. 5ാം ക്ലാസ് ഞാൻ പഠിക്കുമ്പോൾ. അത്രമാത്രം ചിക്കൻ പോക്സ് വന്ന് സീരിയസ് ആയ ഒരു കണ്ടീഷൻ എന്റെ ജീവിതത്തിൽ വന്നിരുന്നു. പക്ഷെ എന്റെ അപ്പച്ചൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനായിരുന്നു. പിന്നീട് അത് സ്ലോലി റെഡ്യൂസ് ആയി ദൈവം എന്നെ അവിടുന്ന് സൗഖ്യമാക്കി. ഞാനത് കൂട്ടത്തിൽ പറഞ്ഞെന്നേ ഉള്ളൂ. എന്ത് അസുഖമാണെങ്കിലും കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏതവസ്ഥയെയും അത്ഭുതമാക്കി തീർക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തിയുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. മസ്കറ്റിലായിരുന്നപ്പോഴും ഇങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നുപോയി. ഞാനിപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറയാം ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പിന്നത്തേതിൽ ഓരോ സാക്ഷ്യങ്ങളാണ്. സാക്ഷ്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവർക്ക് ഹല്ലേലൂയ ഒരു അനുഗ്രഹവും കൂടിയാണ്. തലവേദന നമുക്ക് വരാതിരുന്നാൽ തലവേദനയുള്ള ആളുടെ വേദന നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ കേട്ടാലും നമ്മൾ വേദനിക്കത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് നമ്മെ മറ്റുള്ളവരുടെ അനുഭവങ്ങളെ വഹിപ്പാൻ നമ്മെ സഹായിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു പ്രശ്നം ഒരു തലമുറയുടെ വിഷയത്തിലോ ഒരു നിയമത്തിന്റെ വിഷയത്തിലോ രോഗത്തിന്റെ വിഷയത്തിലോ പ്രാണന്റെ വിഷയത്തിലോ വന്നാൽ ഞാൻ പറയുന്ന മറുപടി ഒരു അസാധാരണ മറുപടി ആയിരിക്കാം. എന്റെ അടുത്ത് വരുന്നവരോട് ഞാൻ ഒരിക്കലും ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞു വിടത്തില്ല. എന്റെ അടുത്ത് കുഞ്ഞില്ലാത്തവർ വന്നാൽ ഞാൻ പറയും പ്രാർത്ഥിക്കാം. ഞാൻ ഉദരം തൊട്ട് പ്രാർത്ഥിക്കും. എനിക്ക് കുഞ്ഞിനെ തന്ന ദൈവം നിങ്ങൾക്ക് കുഞ്ഞിനെ തരും. മരണഭയമുള്ളവർ വന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കത്തില്ല. അല്ലെങ്കിൽ ഞാൻ എന്റെ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് സംഭവിക്കണമെങ്കിൽ നാം തീച്ചൂളയിലൂടെ കടന്നു പോകണം. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം അങ്ങനെ എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നു കേട്ടോ. പക്ഷെ ഇവിടെ ഒക്കെയും എനിക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തോട് സ്നേഹം വരുന്നത് ഈ അത്ഭുതങ്ങൾ ചെയ്തത് കൊണ്ടല്ല. എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം എന്താന്ന് വെച്ചാൽ, ദൈവം എന്റെ കൂടെ ഇരിക്കുന്നു. എനിക്ക് വേണ്ടത് പറഞ്ഞു തരുന്നു. എനിക്ക് എന്തെങ്കിലും ഒരു വിഷയം നാളെ വന്നാൽ എനിക്ക് ദൈവം ഇന്ന് അത് പറഞ്ഞു തരും. ഇന്ന് എനിക്ക് ദൈവം എല്ലാമല്ല, മോസ്റ്റ് ഓഫ് ദ തിങ്സ് എന്റെ ജീവിതത്തിൽ സിഗ്നിഫിക്കന്റ് ആയിട്ട് നടക്കേണ്ടുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോകണം. ഇത് വേറെ ആർക്ക് പറഞ്ഞു തരാൻ കഴിയും? പറഞ്ഞു തന്നാലും തെറ്റിപ്പോകത്തില്ലേ? പക്ഷെ എന്റെ അപ്പന് തെറ്റത്തില്ല കേട്ടോ. ഇന്ന് വരെയും ഞാൻ നിൽക്കുന്നത് ആ ഡയറക്ഷനിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. മറിയയുടെ ഉദരം വരെ താണു കൊടുത്തില്ലേ?
നമ്മുടെ അപ്പൻ, സ്വർഗമഹിമയിൽ ഇരുന്ന നമ്മുടെ അപ്പൻ മറിയയുടെ ഉദരം വരെ താണു പോയത് എന്തിനാണെന്നറിയാമോ? നമ്മളെ ഉയർത്താനാ, നമ്മളെ ഉയർത്താനാ. നിർജീവമില്ലാത്ത, അമർത്യതയില്ലാത്ത, ദൂതന്മാരാൽ സൽക്കരിക്കപ്പെട്ട, ആരാധിക്കപ്പെട്ട മഹോന്നതനായ അത്യുന്നത ദൈവത്തിന്റെ പുത്രൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നതേ ഹല്ലേലൂയ എന്നെയും നിങ്ങളെയും സ്നേഹിക്കാനാ, എനിക്കും നിങ്ങൾക്കും നിത്യജീവൻ തരാനാ, എന്നെയും നിങ്ങളെയും മാന്യരാക്കാനാ, എന്നെയും നിങ്ങളെയും പുറത്തു കൊണ്ടുവരാനാ. തല കുനിക്കുന്നവരുടെ മുൻപിൽ, തല കുനിപ്പിക്കുന്നവരുടെ മുൻപിൽ തല ഉയർത്തി നിർത്താൻ വേണ്ടിയാ. ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് അപൂർണമായി തോന്നുന്നുണ്ടോ? ആ വിഷയത്തിന് വേണ്ടി കൂടിയാ എന്റെ ദൈവം അല്ലെങ്കിൽ ക്രൂശിലേക്ക് ഇറങ്ങി വന്നത്. പല സമയങ്ങളിലും അപ്പന് തീരുമാനം മാറ്റാമായിരുന്നു, പല സമയങ്ങളിലും മാറി ചിന്തിക്കാമായിരുന്നു. പക്ഷേ എന്റെ അപ്പൻ അത് ചെയ്തില്ല. എന്ത് വേണ്ടിയാ? എന്നെ തിരഞ്ഞെടുക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എന്നെ മാനിക്കാൻ, എന്നെ പ്രകാശിപ്പിക്കാൻ, എന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, എന്നെ ഉന്നതിയിൽ ഇരുത്തുവാൻ. അല്ലെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ ഉന്നതിയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് നമ്മുടെ ദൈവം ഇറങ്ങി വന്നു, സ്വന്തം ജീവനെ തന്നു, ശരീരത്തിൽ കഷ്ടത അനുഭവിച്ചു. അതുകൊണ്ട് കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പകരമായി കഷ്ടം അനുഭവിച്ച ദൈവം പറയുന്നു, എന്റെ അടിപ്പിണരിൽ നിന്റെ പേരുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ ഒന്ന് ആശ്രയിച്ചാൽ, ആ രക്തത്തിൽ ഒന്ന് ആശ്രയിച്ചാൽ ഇന്ന് നാം അനുഭവിക്കുന്ന രോഗങ്ങൾ നമ്മെ വിട്ടുപോകുവാനിടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് നാം സാധാരണക്കാരല്ല ദൈവമക്കളെ. യേശു ക്രൂശിൽ മരിച്ചത് നിസ്സാരം നിത്യജീവൻ മാത്രം തരുവാനല്ല, അതാണ് അൾട്ടിമേറ്റ്, നിത്യജീവനാണ് എല്ലാം. പക്ഷേ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമുക്ക് അധികാരം തരാൻ കൂടിയാ, അവകാശം തരാൻ കൂടിയാ. ഇന്ന് നമ്മൾ മക്കളാ. ഹല്ലേലൂയ. എന്റെ മകൻ എന്റെ വീട്ടിൽ അവനുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷെ അയൽവക്കത്തുള്ള മകന് കാണത്തില്ല. അയൽവക്കത്തുള്ള മകൻ എന്റെ വീട്ടിൽ വന്നാൽ എന്നോട് ചോദിച്ചിട്ടേ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. പക്ഷെ എന്റെ മകനോ സ്വാതന്ത്ര്യത്തോടെ വീട്ടിലുള്ള എല്ലാത്തിനും അവൻ സ്വാതന്ത്ര്യമുള്ളവനാണ്. ക്രിസ്തുവിൽ നാം സ്വാതന്ത്ര്യമുള്ളവരാണ്. ക്രിസ്തുവിനെ അനുഭവിച്ച നാം അധികാരമുള്ളവരാണ്. ക്രിസ്തുവിനെ അറിഞ്ഞ നാം അവകാശികളാണ്. ക്രിസ്തുവിലൂടെ സകല അവകാശങ്ങളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിലൂടെ സകല അധികാരങ്ങളും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഈ അധികാരങ്ങളെ കുറിച്ച് പറയുമ്പം ഹല്ലേലൂയ ഞാൻ ഒത്തിരി നിങ്ങൾക്കത് എങ്ങനെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഞാനൊരു 2020 ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി നാട്ടിൽ കടന്നുപോയി. ഒരു 3 years ഞാൻ നാട്ടിലുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ച ഒരു കുട്ടി ആയതുകൊണ്ടും മസ്കറ്റിലെല്ലാം നമ്മളിങ്ങനെ കടയിൽ ഷോപ്പിംഗ് ചെയ്യുകയാണ്. ഒന്നും നമ്മൾ സ്വന്തം ഉണ്ടാക്കത്തില്ല, ഒന്ന് പൊടികളാകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സ്വന്തം ചെയ്യത്തില്ല. അതുകൊണ്ട് എനിക്ക് നാട്ടിൽ ചെന്നപ്പം എല്ലാം ഒന്ന് കയ്യിൽ ഉണ്ടാക്കി ഒരു പ്രകൃതിദത്തമായി ഉപയോഗിക്കാൻ എനിക്കൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞാൻ സകലതും മുളക് പൊടിയും ഗോതമ്പും എല്ലാം ഞാൻ പൊടിച്ചും അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. ഞങ്ങൾക്ക് ഒത്തിരി തെങ്ങാണുള്ളത്. സോ തെങ്ങിൽ നിന്നുള്ള പ്യുവർ ശുദ്ധമായ വെളിച്ചെണ്ണ ഞാൻ തന്നെ മകനും ഞാനും കൂടി അതുണ്ടാക്കി നമ്മൾ അത് ഉപയോഗിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. മേടിക്കുന്നത് വളരെ അപൂർവമായിരുന്നു. അങ്ങനെ ഇരിക്കെ മഴക്കാലത്തിന്റെ ഒരു സീസണൽ ടൈമിങ്, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സീസണൽ ടൈമിങ്, സീസൺ അല്ല ബട്ട് ആ ഒരു സമയം, മഴയുടെ ഒരു സമയം, ആ സമയത്ത് ഞാൻ ഒരു ദിവസം ഒരു വെയിൽ കണ്ടു. അപ്പൊ ഞാൻ ആരോടും ചോദിച്ചില്ല, എനിക്കറിയത്തില്ല നാട്ടിലെ കാലാവസ്ഥ. കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ ഞാൻ നാട്ടിൽ നിന്നും പോയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ അറിവായ സമയം മുതൽ ഞാൻ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയൊരു കാര്യങ്ങൾ അറിയത്തില്ല. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല എന്ന് ചോദിച്ചാൽ അറിയുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ മൂത്ത ബ്രദേഴ്സ് ആണ്, സഹോദരങ്ങളാണ്. സോ അവരെനിക്ക് ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ അധികം ഞാൻ വ്യാപൃതയല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാലാവസ്ഥകളോ അതിന്റെ മാറ്റങ്ങളോ ഇതിനെക്കുറിച്ചൊന്നും വലിയ വ്യക്തതയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരെ ഇഷ്ടം തോന്നി വേഗത്തിൽ ഒരു 100 തേങ്ങ പൊതിച്ച് ഞാനും മോനും കൂടി പൊട്ടിച്ച് വെയിലത്ത് വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നല്ല മഴക്കോള്. ഞാൻ എന്റെ മാതാവിനെ വിളിച്ചു. മാതാവ് പറഞ്ഞു, അത് പൂത്തുപോയ പ്രശ്നമാണല്ലോ മോളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം വന്നു. ഞാൻ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അത് 1ഉം 2ഉം തേങ്ങയല്ല, 10, 100, 125 തേങ്ങ കാണുമായിരിക്കാം. മേ ബി കുറയും കൂടും കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ കുറച്ചേറെ തേങ്ങ ഞാൻ വെട്ടിവെച്ചു. ഞാൻ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇത് വെട്ടിവെക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു വ്യക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ട് അവിശ്വാസമുള്ള ഒരു വാക്ക് പറഞ്ഞപ്പോ എനിക്ക് സങ്കടം തോന്നിപ്പോയി. നീ എന്ത് അബദ്ധമാകും ഞാൻ കാണിച്ചേ, ഈ മഴയുള്ള സമയത്ത് നീ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാ? അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ആ ദൈവത്തെ പരീക്ഷിക്കുകയല്ലേ. ഞാൻ പറഞ്ഞു എന്തോ എന്റെ ഒരു അബദ്ധത്തെ കർത്താവ് ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞ് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. 2 കരം ആകാശത്തിലേക്ക് ഉയർത്തി ഞാൻ പറഞ്ഞു, ഏലിയാവ് 3 വർഷം നിർത്തിയില്ലേ,
എനിക്ക് 3 വർഷമൊന്നും വേണ്ടപ്പാ, ഒരു 10 ദിവസം മതി, അല്ലല്ലേ ഇതിനെ ഒന്ന് എണ്ണയാക്കി എടുക്കണം, കരുണ ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പിടിച്ചു നിർത്തിയതുപോലെ മഴ നിന്നു. ഓർക്കുന്നില്ല 8, 10, 12 ദിവസം എന്ന് എനിക്ക് ഓർക്കുന്നില്ല. എന്റെ തേങ്ങ ഉണക്കി കിട്ടി, അതെനിക്കറിയാം. അതിന് എത്ര ദിവസം വേണമോ അത്ര ദിവസം, അതിന് കുറച്ച് നാൾ കൂടെ മഴ പെയ്തില്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ദിവസം, മേ ബി 1 or 2 days more, there was no rain. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആട്ടിക്കിട്ടിയ ആ വെളിച്ചെണ്ണ 13 ലിറ്റർ ഞാൻ തികച്ചെടുത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവത്തെ കൂടെ നാം വിശ്വസിക്കണം. ഈ അധികാരമെല്ലാം ദൈവം നമുക്ക് തന്നിട്ടാ ഈ ഭൂമിയിൽ നമ്മൾ വാഴുവാൻ ഏൽപ്പിച്ചത്. നശിച്ചുപോയ ഏദൻ തോട്ടത്തിൽ സകലവും സൃഷ്ടിച്ചിട്ടല്ലേ ആദാമിനെയും ഹവ്വയെയും സൃഷ്ടിച്ചത്. നമ്മെ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിക്കുമ്പോൾ നമുക്ക് വേണ്ടുന്നതൊക്കെ തക്ക സമയങ്ങളിൽ നൽകി തരുമെന്ന് വിശ്വസിക്കാൻ നമുക്കൊന്ന് കഴിഞ്ഞാൽ, നമ്മുടെ അപ്പൻ അതൊരു മഹത്വമാ കേട്ടോ, മഹത്വമാ. നമ്മുടെ അപ്പനെ വിശ്വസിക്കുന്നത് നമ്മുടെ അപ്പന് ഇഷ്ടമാ. ഹല്ലേലൂയ, അല്ലേ? എനിക്കൊരു വ്യക്തിയിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതൊരു അഭിമാനമല്ലേ? അങ്ങനെയാണെങ്കിൽ സണ്ടസരാസരങ്ങളെ നിർമ്മിച്ച, പ്രപഞ്ചത്തെ നിർമ്മിച്ച നമ്മുടെ അപ്പനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അപ്പൻ അതൊരു അഭിമാനമാ. അപ്പൻ നാം ചോദിക്കുന്നതിന് മുൻപേ നമുക്കത് നൽകിത്തരും. ഹല്ലേലൂയ. ആരെ വിശ്വസിച്ചില്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ദൈവം എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് വിശ്വസിക്കുക. ദൈവം എനിക്ക് വേണ്ടി എവിടെയും നിൽക്കുമെന്ന് വിശ്വസിക്കുക. കൂരിരുളാകട്ടെ, മരണത്താൾ വരെ ആകട്ടെ, ഹല്ലേലൂയ, സിംഹക്കൂടാകട്ടെ, ഹല്ലേലൂയ, യോർദാൻ നദിയാകട്ടെ, വിശ്വസിക്കാൻ തയ്യാറായാൽ ഇറങ്ങേണ്ട വക്കത്തെത്തിയാൽ മതി, യോർദാൻ 2ആയി മാറും. പുരോഹിതന്മാർ വക്കത്തെത്തിയപ്പോൾ, കാൽ ചവിട്ടിയപ്പോൾ മരണ യോർദാൻ 2ആയി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന പ്രിയ പ്രേക്ഷകരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയാം, അല്ലെങ്കിൽ ഏതവസ്ഥയിലും ഇറങ്ങി വരുവാൻ, ഏതനുഭവത്തിലും സഹായിപ്പാൻ, ഏതൊറ്റപ്പെടലിലും കൂടെ നിൽക്കുവാൻ ഈ ലോകത്തിൽ നമുക്ക് ആരും കണ്ടില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ച, അല്ല എന്നെ സൃഷ്ടിച്ച, സിംഗുലറാ നല്ലത്, എന്നെ സൃഷ്ടിച്ച, എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, എന്നെ വിളിച്ച, അന്ത്യം വരെയും എന്റെ കൂടെ ഇരിക്കാമെന്ന് എന്നോട് പറഞ്ഞ എന്റെ ദൈവം, ഹല്ലേലൂയ, അത് നിങ്ങളുടേതുമാക്കാം നിങ്ങൾക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവമാണ്, അത്ഭുതങ്ങളുടെ ദൈവമാ. ഒരു കുഞ്ഞ് സേഫ്റ്റി പിൻ മുതൽ ഞാൻ കുഞ്ഞു പ്രായത്തിലെ വിശ്വസിച്ചു തുടങ്ങിയതാ ഈ ദൈവത്തെ. നിയമത്തിന്റെ താഴ്വരയിലും എന്റെ അപ്പൻ എന്നെ കൈവിട്ടില്ല, എന്റെ അപ്പൻ കൂടെ ഇരുന്നു. ഹല്ലേലൂയ. ഏതൊരവസ്ഥയിലും എന്റെ അപ്പൻ എന്നെ കൈവിട്ടില്ല. പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവം നമ്മുടെ ദൈവമാണ്. നമുക്ക് മഴ വേണ്ടിയപ്പോൾ മഴ, ചൂട് വേണ്ടിയപ്പോൾ ചൂട്, അധികാരത്തോടെ നാം കൽപ്പിച്ചാൽ മാത്രം മതി. ഇസ്രായേൽ മക്കൾക്ക് പ്രകൃതിയെ ദൈവം മാറ്റിക്കൊടുത്തു. ഞാനത് വായിക്കുമ്പോഴേ ദൈവത്തിൽ സന്തോഷിക്കാറുണ്ട്. ഹല്ലേലൂയ. ഇതൊരു സാക്ഷ്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും ദൈവം നിയോഗത്താൽ ഞാൻ ചില കോട്സ് പറയുന്നതേ ഉള്ളൂ, ബൈബിൾ കോട്സ്. ഹല്ലേലൂയ. എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരേ സ്ഥലത്ത് 2 പ്രകൃതി. ഹല്ലേലൂയ. ഒരേ സ്ഥലത്ത് 2 പ്രകൃതി, ഒരേ സ്ഥലത്ത് 2 നിയമം. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം രക്തത്തിലുള്ള തളിച്ച വീടുകളിൽ, ഹല്ലേലൂയ, മരണദൂതൻ കയറിയില്ല. ഒരേ പട്ടണത്തിൽ 2 നിയമം, ഒരേ കടലിൽ 2 വ്യക്തികൾ, 2 വ്യത്യസ്തരായ വ്യക്തികൾക്ക് വേണ്ടി 2 നിയമം, 2 പ്രകൃതി. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രകൃതിയെ പിടിച്ചു നിൽക്കുവാൻ അധികാരമുള്ളവൻ, സൂര്യനെയും ചന്ദ്രനെയും നമ്മുടെ യോശുവ പിടിച്ചു നിർത്തിയില്ലേ? നമ്മുടെ ദൈവത്തിന്റെ അധികാരത്തെ നമുക്ക് എവിടെ കൊണ്ട് ഒതുക്കാം, എവിടെ കൊണ്ട് അളക്കാം, എവിടെ കൊണ്ട് വർണ്ണിക്കാം? ഹല്ലേലൂയ. വചനം പറയുന്നു, ദൈവത്തിന്റെ ധനം അപ്രമേയം. ഹല്ലേലൂയ. അപ്പനും മന്ത്രിയായവൻ ആരെന്നാ വചനം ചോദിക്കുന്നത്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കാൻ നാം തയ്യാറാണോ? എന്റെ അപ്പൻ പ്രകൃതിയെ നമുക്ക് വേണ്ടി തടുത്തു വെക്കുന്ന ദൈവം, കാലങ്ങളെ നമുക്ക് വേണ്ടി തടുത്തു വെക്കുന്ന ദൈവം. എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളാ ഇന്നും എന്റെ ജീവിതത്തിൽ എന്നെ മുന്നോട്ട് നയിക്കുന്നതാ. നാളെ ഒരുപക്ഷെ പ്രതിസന്ധി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ കണ്ടതിലും കൂടുതൽ വരാമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ അനുഗ്രഹങ്ങളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ദൈവത്തിന് മാറ്റമില്ല. കാലാവസ്ഥ മാറുന്നത് പോലെ ദൈവം മാറുന്നില്ല. എനിക്ക് സേഫ്റ്റി പെൻ തന്ന ദൈവം, എനിക്ക് 50 പൈസ തന്ന ദൈവം, ഇന്ന് എനിക്ക് വേണ്ടുന്നത് തന്ന ദൈവം, നാളെ എനിക്ക് എന്താണോ വേണ്ടത് അത് തരുവാൻ ശക്തനാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ദൈവമക്കളെ. പ്രേക്ഷകരെ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവന്റെ അടി പതറിക്കുവാൻ ഈ ലോകത്തിൽ കഴിയുന്ന ഒരു ശാസ്ത്രങ്ങളില്ല, അല്ലെങ്കിൽ ഒരു അഭിചാര ശക്തികൾക്ക് കഴിയത്തില്ല, ഒരു മന്ത്രവാദ വിദ്യകൾക്ക് കഴിയത്തില്ല. കാരണം അടിയുറച്ചിരിക്കുന്ന ക്രിസ്തു എന്ന പാറയിലാണോ നമ്മെ വീഴ്ത്തിക്കളയുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ഇത് എന്റെ അനുഭവമാണ്, ഇതെന്റെ അനുഭവമാണ്. ആമേൻ. ആരെല്ലാം നോക്കിയാലും നമ്മൾ പരാജയപ്പെടത്തില്ല. തീയിൽ കൂടെ
ശദ്രക്കും മേശക്കും അഭേദനകവും നടന്നതുപോലെ തീച്ചുളുവിലൂടെ നമ്മൾ നടക്കും. നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങളെ ഇട്ടത് ചിലപ്പോൾ കൊല്ലാനായിരിക്കാം, പക്ഷേ നമ്മുടെ രോമത്തിന് പോലും കാക്കുവാൻ നമ്മുടെ ദൈവമുണ്ട്. രോമം പോലും കരിയിക്കാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുവാൻ നമ്മുടെ ദൈവമുണ്ട്. മരണത്താഴ്വരയിൽ, പ്രകൃതി ദുരന്തത്തിൽ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ സാമ്പത്തിക മണ്ഡലങ്ങളിൽ, ഹല്ലേലൂയ, സാമ്പത്തിക മണ്ഡലം പറയാൻ പോയാൽ ഹല്ലേലൂയ ഇവിടെയൊന്നും നിൽക്കത്തില്ല. അത്രമാത്രം അത്ഭുതങ്ങൾ എൻ്റെ ദൈവം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എത്രയോ അത്ഭുതങ്ങൾ. എനിക്ക് 30 റിയാൽ വേണ്ടിയെടുത്ത് 30 റിയാൽ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് 500 റിയാൽസ് വേണ്ടിയെടുത്ത് 500 റിയാൽസ് തന്നിട്ടുണ്ട്. പ്രിയ ദൈവമക്കളെ, എൻ്റെ ഉറ്റ സ്നേഹിതർ അറിയുന്നതിന് മുൻപ്, ആവശ്യക്കാർ അറിയുന്നതിന് മുൻപ് എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി അറിഞ്ഞിട്ടുണ്ട്. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും സാമ്പത്തിക പ്രതിസന്ധികൾ നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? ഹല്ലേലൂയ, ദൈവം നിങ്ങളോട് ഇന്ന് പകൽക്കാലം പറയുന്ന ഒരു ശബ്ദമുണ്ട്. അപ്പന്റെ കലവറ തീർന്നു പോകുന്ന കലവറയല്ല. അപ്പന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണെന്ന്. ആമേൻ എന്ന് പറഞ്ഞ് എന്റെ ദൈവം കോടീശ്വരനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ലേ. പക്ഷേ കോടിയുടെ ഈശ്വരന് കൂടെയാണ് എന്റെ ദൈവം. ആമേൻ, ഹല്ലേലൂയ. പലതിലും ഈശ്വരനാ, പലതിലും സമ്പന്നനാ, ഇതിലും സമ്പന്നനാ എന്റെ അപ്പൻ. എനിക്ക് വേണ്ടിയത് എന്തോ നൽകി തരുവാൻ സർവശക്തിയുള്ള ദൈവമാണ്. ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എത്ര തന്നെ ആയിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ലക്ഷങ്ങളുടെ വിഷയമായിരിക്കാം, ഒരുപക്ഷെ കോടിയുടെ വിഷയമായിരിക്കാം, ഒരുപക്ഷെ ഹല്ലേലൂയ തൗസൻഡ്സിന്റെ വിഷയമായിരിക്കാം, കുഞ്ഞുങ്ങളുടെ ഫീസിന്റെ വിഷയമായിരിക്കാം. പക്ഷെ വിശ്വാസത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെക്കാൾ അധികം നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആകുലപ്പെടാതിരിക്കുവേൻ, ചിന്തിക്കാതിരിക്കുവേൻ. നിങ്ങളെ കുറിച്ച് ആകുലപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അന്യരാജ്യങ്ങളിൽ, നിങ്ങൾ താമസിക്കുന്ന പട്ടണങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അയ്യോ കർത്താവേ എങ്ങനെ നടക്കും, എങ്ങനെ മുന്നോട്ട് പഠിപ്പിക്കും, എനിക്ക് കഴിവില്ല എന്നോർത്ത് ഭാരപ്പെടുന്ന വ്യക്തിയാണോ നിങ്ങൾ? ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, എന്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ആ ദൈവത്തിന്റെ മേലൊന്ന് ഇട്ടുകൊടുക്കാമോ? ഇട്ടുകൊടുത്തു കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നടക്കണം കേട്ടോ, പിന്നെ ചുമക്കരുത്. അപ്പന്റെ സന്നിധിയിൽ പകർന്നാൽ പിന്നെ ചിരിച്ചു വേണം പോകുവാൻ. ഹന്ന കണ്ടില്ലേ, ഹന്ന കണ്ടില്ലേ? ഹന്നയുടെ അപ്പൻ പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു കുഞ്ഞിനെ തരാം, വാക്ക് കൊടുത്തു. പക്ഷെ പിന്നെ എങ്ങനെയാ പോയത് അവള്? പിന്നെയും ആ വേദനയുമായിട്ടല്ല പോയത്. പിന്നെ പെനിനെ നോക്കിയപ്പോൾ എന്തോ പറ്റി. ഹല്ലേലൂയ, എന്തോ പറ്റി. ഹല്ലേലൂയ, ഇങ്ങനെ വേണം ദൈവസന്നിധിയിൽ വിഷയം കൊടുക്കുന്നവര് കൊടുത്തിട്ട് പോകുവാൻ. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകുലപ്പെടരുത്. നിങ്ങളുടെ വിഷയം എത്ര ഘനമുള്ളതാണെങ്കിലും എന്റെ അപ്പന് പറയുന്നു, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാ. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാ. നിങ്ങളുടെ വിഷയം, സാമ്പത്തിക വിഷയത്തിൽ ഭാരപ്പെടുന്ന അനേകർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാ. പ്രിയ പ്രേക്ഷകരെ, പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, എന്റെ കർത്താവ് കെട്ടിയിറക്കി തരുന്ന ദൈവമാണ്. ദൈവം കെട്ടിയിറക്കി തരും, പട്ടണങ്ങളുടെ വാതിലുകളെ ഭേദിച്ചുകൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് വേണ്ടിയത് കാക്കയെ പോലെ ദൈവം എന്നെ പോഷിപ്പിച്ചിട്ടുണ്ട്. സാരപ്തിലെ വിധവയില്ലാത്തവളായിരിക്കാം, പക്ഷെ ഇല്ലാത്തവളെ കൊണ്ട് ദൈവം തന്നിട്ടുണ്ട്. എന്നിട്ട് അവരെ സമൃദ്ധീകരിച്ചിട്ടുണ്ട്. പ്രിയ ദൈവ പൈതലേ, നമ്മെ സമൃദ്ധീകരിക്കുവാൻ ഒരു പക്ഷേ ഒരു കോടീശ്വരൻ വരണമെന്നില്ല. കാക്കയെ കൊണ്ടും കഴുതയെ കൊണ്ടും ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇല്ലായ്മയിൽ ഇരിക്കുന്നവരെ കൊണ്ടും എന്റെ ദൈവം പോഷിപ്പിക്കുവാൻ എന്റെ കർത്താവ് ശക്തിയുള്ള കർത്താവാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബാംഗ്ലൂർ ആയിരുന്നെന്ന്. ബാംഗ്ലൂര് എന്റെ സഹോദരൻ പാസ്റ്റർ രാജൻ, അദ്ദേഹത്തിന്റെ കൂടെ ആയിരുന്നു എന്റെ +2 പഠനമൊക്കെ. അന്നൊക്കെ ഞങ്ങൾ ജീവിച്ചത് വിശ്വാസത്താൽ ഒന്നുമില്ല, ഇൻകം ഒന്നുമില്ല. ഹല്ലേലൂയ. സഹോദരന്റെ കൂടെ ജീവിക്കുമ്പോൾ വളരെ വളരെ ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എന്റെ അനുഭവം ചെറുതായി പോകും. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതിലും കഷ്ടതയിലൂടെ പോകുന്ന ആയിരങ്ങളുണ്ട് നമുക്ക് മുൻപ്. അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. പക്ഷേ കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി. ഭക്ഷണത്തിനും അങ്ങനെയൊക്കെ ഞങ്ങൾ ഭാരപ്പെട്ട നിമിഷങ്ങൾ. എന്റെ സഹോദരങ്ങൾ എന്റെ കൂടെയുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു പലപ്പോഴും ഒരു അമ്മയൊക്കെ ആകേണ്ടിയത് ആളാണ് ഞാൻ. പക്ഷെ എനിക്കതൊന്നും ആകാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ ചെറിയ പ്രായമായിരുന്നു. അത്രയും പക്വതയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ചർച്ചിന്റെ വിഷയത്തിലും എല്ലാ വിഷയത്തിലും ഞാനൊരു അവിടെ ഉണ്ടായിരുന്നു.
എൻ്റെ ബ്രദറിന്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ ഓർക്കുന്ന ചില അനുഭവങ്ങളൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതമായി തോന്നാം. അല്ലെങ്കിൽ എൻ്റെ ബ്രദറ് അല്ലെങ്കിൽ അരിയൊക്കെ തീർന്ന അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ ബ്രദർ പ്രാർത്ഥിക്കുന്നൊക്കെ ഞാൻ ബ്രദറാണ് കൂടുതലും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയൊന്നും അറിയത്തില്ല, കുഞ്ഞു പ്രായമല്ലേ. അല്ലെങ്കിൽ ചാക്ക് കണക്കിന് അരി ഈവനിങ്ങിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ പറഞ്ഞു, ഇറച്ചി തന്നെ ആഗ്രഹമുണ്ട്, ചാകരയല്ലേ പറന്നു വന്നെത്തിയത്. അതുപോലെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ അന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ബലം കൊണ്ടൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടുമല്ല, പ്രാർത്ഥിച്ച ഒരു സഹോദരന്റെ മാതൃകയിൽ ഞാൻ പിൻപറ്റി മറപറ്റി ഞാൻ ഇപ്പോൾ സംസാരിക്കുക. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഇന്ന് ഇതെന്റെ അനുഭവമാണ്. അന്ന് മറ്റൊരാളുടെ മറപറ്റി ഞാൻ അനുഭവം അനുഭവിച്ചൊരു വ്യക്തിയാണ്. എനിക്ക് കണ്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ചത് അവിടെ വന്നിട്ടുണ്ട്. അരി ചോദിച്ചപ്പോൾ അരി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ശൂന്യതയിൽ അല്ലെങ്കിൽ ഒരു ദൈവദാസിയോട് അല്ലെങ്കിൽ ദൈവം ഇടപെട്ടു, നീ ആ ദൈവദാസിന് കൊണ്ടുപോയി കുറച്ച് പച്ചക്കറി കൊടുക്ക, അരി കൊടുക്ക. അത് ഞാൻ കണ്ട ആളാ. അല്ലെങ്കിൽ ദൈവമക്കളെ ഒന്ന് മനസ്സിലാക്കുക, കർത്താവിന്റെ കണ്ണിൽ നാം ആരും മറയപ്പെട്ടവരല്ല. ഹല്ലേലൂയ. ആരുടെ ഒരുപക്ഷെ നമ്മുടെ മാതാവിന് നമ്മെ കാണാൻ കഴിയത്തില്ല, പിതാവിന് നമ്മെ സഹായിക്കാൻ കഴിയത്തില്ല. പക്ഷേ മില്യൺസ് ഓഫ് ആൾക്കാർ ഈ ലോകത്തിൽ ഉണ്ടെങ്കിലും ഒരു കുഞ്ഞൊരു റൂമിലിരുന്ന് കരഞ്ഞാൽ എന്റെ അപ്പനതറിയും, നമ്മുടെ വേദന അറിയുവാൻ ഈ ലോകത്തിൽ ഒരു കാതുകളുമില്ലെങ്കിലും, നമ്മുടെ വേദന കാണുവാൻ ഈ ലോകത്തിൽ കണ്ണുകളില്ലെങ്കിലും, നമ്മുടെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കാൻ ഈ ലോകത്തിൽ കാതുകളില്ലെങ്കിലും, ഉണ്മയായി തുറന്നു വെച്ച 2 കാതുകൾ സ്വർഗത്തിൽ ഉള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ കണ്ണുകൾ ഉയരത്തിലേക്കാകട്ടെ, നിങ്ങളുടെ കാതുകൾ ഉയരത്തിലേക്കാകട്ടെ, നിങ്ങളുടെ ഹല്ലേലൂയ ശബ്ദം ഉന്നതിയിലേക്കാകട്ടെ. ഉന്നതിയിൽ നിന്ന് ദൈവം പ്രവർത്തിച്ചാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ മടക്കി വരുത്തുന്ന ദൈവമുണ്ട്, ഇല്ലാത്തത് സൃഷ്ടിക്കുന്ന ദൈവമുണ്ട്, ഇല്ലാത്തതിനെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിൽ ഒന്ന് വിശ്വസിച്ചാൽ മതി. എന്തൊക്കെ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ആരെല്ലാം നിങ്ങളെ മറന്നു പോയിക്കൊള്ളട്ടെ, സഹായിക്കേണ്ടവരോട് നിങ്ങൾ പറയണ്ടെന്നേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഹൃദയത്തിന്റെ ഇടിപ്പറയുന്ന മാതാവുണ്ടല്ലോ, ഒരു കുഞ്ഞ് മാർവിടത്തിൽ ഞാൻ കേട്ട ഒരു അനുഭവമാ. ഒരു റെയിൽവേ പാളത്തിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ, ഒരു മാതാവും തന്റെ കുഞ്ഞും കിടന്നുറങ്ങുകയാ, അല്ലെ? കിടന്നുറങ്ങുന്നുണ്ടല്ലോ തെരുവീതിൽ ഒത്തിരി ആളുകൾ. ഹല്ലേലൂയ. ആ ട്രെയിൻ എത്ര ശബ്ദത്തോടെയാ അതിലൂടെ കടന്നു പോകുന്നത്. ഒരുപക്ഷെ മാതാവ് എഴുന്നേൽക്കും, പക്ഷെ ആ കുഞ്ഞുണരത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ആ മാതാവിന്റെ മറവിൽ പറ്റിക്കിടക്കുന്ന കുഞ്ഞ് സംരക്ഷിതയാണ്. സുഖമായിട്ട് ആ കുഞ്ഞു കിടന്നുറങ്ങും. മാതാവിന്റെ ഹൃദയ തുടിപ്പുകൾ അവനെ അല്ലെങ്കിൽ സുഖമായിട്ട് ഉറക്കും. അവൻ അവിടെ പ്രൊട്ടക്റ്റഡാ. പക്ഷെ പരിപരിപ്പിൽ കിടക്കുന്ന അവൾക്ക് ചെറിയ ശബ്ദം പോലും മനസ്സിലാക്കും. ഹല്ലേലൂയ. നമ്മുടെ ചെറിയ ഹല്ലേലൂയ ശബ്ദം പോലും, ഹൃദയമിടിപ്പ് പോലും അറിയുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. ഒരു പെറ്റമ്മ അറിഞ്ഞില്ലെങ്കിലും, ഹല്ലേലൂയ, അറിയേണ്ടിയവരറിഞ്ഞില്ലെങ്കിലും നമ്മെ അറിയുന്ന സർവശക്തൻ നമുക്ക് വേണ്ടിയുണ്ട്. പരിഹസിക്കുന്നവരുടെ നടുവിൽ, നിൽക്കുന്നവരുടെ നടുവിൽ അല്ലെങ്കിൽ നമ്മുടെ തല ഉയർത്തുന്ന ദൈവമുണ്ട്. ദാവീദ് ഇങ്ങനെ പറയുന്നു, നീ എന്റെ തല ഉയർത്തുന്നവൻ. ഹല്ലേലൂയ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്നറിയാമോ? ജീവിതാനുഭവങ്ങൾ തന്റെ തല കുനിപ്പിക്കുവാനിടയായി. ചേർത്തുകൊണ്ട ഭാര്യ കൈവിട്ടു, സഹോദരന്മാർ അകറ്റി നിർത്തി, മാതാവും പിതാവും അകറ്റി നിർത്തി. അഭിഷേകം ചെയ്ത ദൈവദാസൻ കൈമലർത്തി കൊടുത്തു. ചേർത്തുകൊണ്ട ഭാര്യ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. കുന്നുകളും മലകളും താണ്ടിപ്പോകുമ്പോൾ ദാവീദിന് പറയാനുണ്ട്, നീ എന്റെ തല ഉയർത്തുന്നവനാ. എന്നീ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആരെങ്കിലും എന്റെ നടുവിൽ ശബ്ദം കേൾക്കുന്നുണ്ടോ? നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയാം, നമ്മൾ ഒറ്റയല്ല. കുറുങ്കാട്ടിൽ കിടന്ന യാക്കോബിന്റെ അടുത്ത് ഇറങ്ങി വന്ന ദൈവമില്ലേ? ഒരുപക്ഷെ നിങ്ങൾ പറയുന്നുണ്ട്, ഞാൻ തെറ്റുകാരിയാ, ഞാൻ പാപം ചെയ്തു പോയി. യാക്കോബ് കബളിപ്പിച്ചോടിയതല്ലേ? പക്ഷെ കബളിപ്പിച്ചോടിയ യാക്കോബിനോട് കൂടെ കാട്ടിൽ ഇറങ്ങി വന്നൊരു ദൈവ സാന്നിധ്യമുണ്ട് കേട്ടോ. ദൈവസന്നിധിയിൽ ഏറ്റുപറ, കർത്താവ് സ്നേഹിക്കുന്ന ദൈവമാ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാ. യാക്കോബിനെ സംരക്ഷിച്ച ഒരു ദൈവമുണ്ട്. കുറുങ്കാട്ടിൽ വന്യമൃഗത്തിന്റെ വായ്ക്ക് പല്ലിനിരയാക്കി കൊടുക്കാത്ത ദൈവം നിങ്ങളോട് പറയും, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഏത് കാട്ടിൽ കിടന്നാലും, നിങ്ങൾ ഗുഹയിൽ കിടന്നാലും, തീച്ചൂളുകളിലൂടെ പോയാലും ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളെ കൈവിടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ദൈവം നിങ്ങളോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാ. ഏതവസ്ഥയിൽ കിടന്നാലും, പത്മോസിലാണെങ്കിലും കാണേണ്ടിയത് എന്തുവാ? ശവങ്ങളെയാ. പക്ഷെ യോഹന്നാൻ കണ്ടത് നമ്മുടെ സാക്ഷാൽ യേശുവിന്റെ തേജസ്സേറിയ മുഖം. കഷ്ടതയിൽ കിടക്കുന്ന ദൈവ പൈതലേ, പത്മോസിന്റെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയാലും ദൈവമുഖം അതിന്റെ നടുവിലൂടെ ഒന്ന് കാണാൻ കഴിയുമോ?
നമ്മെ തള്ളിയിടാൻ ശ്രമിക്കുന്നവർ കാണും. അവർ നമ്മുടെ യേശുവിനെ തള്ളിയിടാൻ ശ്രമിച്ചില്ലേ? മലയുടെ അറ്റം വരെ കൊണ്ടുപോയില്ലേ? യേശു അവരുടെ നടുവിലൂടെയല്ലേ പോയത്? ഇവരുടെ നടുവിലൂടെ പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും, എത്തേണ്ടിടത്ത് എത്തിക്കും. നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ട ശുശ്രൂഷകൾ ദൈവം ചെയ്യിക്കും. ആമേൻ. നമ്മുടെ കർത്താവ് വിശ്വസ്തതയുള്ള ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ മണ്ഡലത്തിൽ അധിക വർഷത്തിന്റെ പ്രാക്ടീസ് എനിക്കില്ല, ഉണ്ട് കേട്ടോ, പക്ഷെ രഹസ്യമായി ചെയ്തു. 2003 മുതൽ പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി ചർച്ചുമായുള്ള ബന്ധത്തിൽ ലോക്കൽ സ്ഥലങ്ങളിൽ സുവിശേഷം പറയുവാൻ ഒരു മടിയുമില്ലാതെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഒത്തിരി ഭവനങ്ങളിൽ ഞാൻ പോയി. അതിന് ഞാൻ കമ്പനി നോക്കാറില്ല, അതിന് ഞാൻ സാഹചര്യം നോക്കാറില്ല, അതിന് ഞാൻ മറ്റൊന്നും നോക്കാറില്ല. കടന്നുപോയി സുവിശേഷം അറിയിക്കാൻ ദൈവം സഹായിച്ചു. വിശ്വാസികളുടെ കുടുംബങ്ങളിൽ ഹല്ലേലൂയ പ്രൊഫറ്റിക്കൽ കർത്താവ് തരുന്ന ദൂതുകൾ സധൈര്യം ഒന്നും നോക്കാതെ പോയി, നേരെ പോകും, ദൂത് പറയും, വീട്ടിൽ വരാം. ഞാൻ അങ്ങനെ ശുശ്രൂഷ ചെയ്തു. ഏറിയ നാളുകൾ, ഏറിയ വർഷങ്ങൾ ഞാൻ ചെയ്തു. 2020 ഞാൻ ശുശ്രൂഷയിൽ, കൊറോണയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ഉപയോഗിച്ചത്, കൊറോണയാ പുറത്തു കൊണ്ടുവരാൻ. അനേകരുടെ സാക്ഷ്യമായിരിക്കാം അത്. സൂമിലൂടെയാണ് ഞാൻ മിനിസ്ട്രിയുടെ തലങ്ങളിൽ ഇച്ചിരി പുറത്തങ്ങനെ വന്നത്. അല്ലെങ്കിൽ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ എന്റെ യേശു അപ്പായെ പുറത്ത് ഘോഷിക്കുവാൻ കർത്താവ് അവസരങ്ങൾ തന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ ചിലർക്കെങ്കിലും കൊടുക്കുവാൻ നാം റെഡിയാകണം. നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധിയെല്ലാം നമ്മളെ തകർക്കാനല്ല കേട്ടോ, നമ്മളെ നാളെ മുത്തായി പുറത്തു കൊണ്ടുവരാൻ. യോബ് പറഞ്ഞു, ഹല്ലേലൂയ, യോബ് പറഞ്ഞു, എന്റെ കഷ്ടതകൾ ഒഴുകിപ്പോകുന്ന വെള്ളങ്ങൾ പോലെയാ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ കഷ്ടത, നമ്മുടെ ജീവിതത്തിലെ വേദന, നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ ശുശ്രൂഷ മണ്ഡലങ്ങളിലേക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച ദൈവം അനേകരെ രക്ഷിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം തന്ന ഈ അധികാരം പലയിടങ്ങളിൽ അത്ഭുതം ചെയ്യുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനേക കടഭാരങ്ങളുള്ള പ്രാർത്ഥിക്കുമ്പോൾ, അനേക ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതം കാണുവാൻ ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ പകർന്ന ഈ അഭിഷേകം, നമ്മളിൽ പകർന്ന ഈ അധികാരം, ഇത് മൂടി വെക്കരുത്. ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഹല്ലേലൂയ. ദൈവം സൗജന്യമായി തന്നത് ഏതവസ്ഥയിലും ഏതനുഭവത്തിലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നാം റെഡിയുള്ളവരാകണം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഇന്ന് എന്നെ കരുത്തുറ്റവളാക്കി മാറ്റി. എന്റെ ജീവിതത്തിന്റെ ഭയങ്ങൾ ദൈവം എടുത്തു മാറ്റി. എന്റെ ജീവിതത്തിലെ സംശയങ്ങൾ ദൈവം എടുത്തു മാറ്റി. എന്തിനേറെ എന്റെ ചോദ്യങ്ങൾക്കും ദൈവം മറുപടി തന്നു. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഏറിയ വർഷങ്ങൾ ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയമുണ്ട്. വിഷയം പറയത്തില്ല. ഹല്ലേലൂയ. ആ വിഷയം, ഹല്ലേലൂയ, ഒത്തിരി എന്നെ വേദനിപ്പിച്ചൊരു വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന്റെ മറുപടി എനിക്ക് കിട്ടി. വളരെ വ്യക്തമായി ദൈവം ഏറിയ വർഷം ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയമാണ്. പക്ഷെ കർത്താവ് പലപ്പോഴും എനിക്കത് കൃപ തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ മറുപടി കാണാൻ പറ്റിയില്ല. അപ്പോഴൊക്കെ ഞാൻ കർത്താവിനോട് ചോദിക്കും, എന്താ കർത്താവേ, എന്തുകൊണ്ടാ എനിക്ക് എല്ലാം നീ ചോദിച്ചതും തന്നു, ചോദിക്കാത്തതും തന്നു, പക്ഷെ ഇത് മാത്രം എന്തുകൊണ്ടാ ഇങ്ങനെ ഡിലേ ചെയ്യുന്നത്? പക്ഷെ എനിക്കിപ്പോഴാ മനസ്സിലായത്. അല്ലെങ്കിൽ അതേ വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നു. പ്രാർത്ഥിക്കുന്ന എനിക്ക് പോലും വിശ്വാസമുണ്ട്, എങ്കിലും എനിക്ക് അത്രമാത്രം, കാരണം ഞാൻ അല്ലെങ്കിൽ അത്രമാത്രം ചിന്തിക്കാതെയാ പ്രാർത്ഥിച്ചത്. പിന്നീട് ആ വ്യക്തി വിടുതൽ കിട്ടി എന്നോട് സാക്ഷ്യം പറഞ്ഞപ്പോഴാ എനിക്ക് മനസ്സിലായത്, കർത്താവേ, ഇതിലൂടെ എന്നെ കടത്തിവിട്ടതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇത്രയും വർഷം എനിക്ക് ആ വിഷയത്തിൽ മറുപടി തരാതിരുന്നെങ്കിലും തന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ഒരു കൃപയും കൂടെ നീ തന്നല്ലോ, അതിനായി നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ ഒരു അധികാരം കൂടെ ദൈവം എനിക്ക് തന്നു. ആ വിഷയത്തിൽ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അത് റെയർ ആയിട്ടുള്ളൊരു വിഷയമാ, അല്ലെങ്കിൽ അത് വലിയ ഒരു, നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ അതിനിവിടെ എല്ലാ ട്രീറ്റ്മെന്റ് എന്ന് നമ്മൾ പറയും, അങ്ങനത്തെ ഒരു വിഷയമാ. അതിൽ കൂടെ കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ വിടുതൽ തന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, എന്തെങ്കിലും വിഷയം നിങ്ങൾക്ക് താമസിക്കുന്നുണ്ടോ, എന്നാൽ അതിന്റെ വിടുതലിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ സംഭവം കൂടെ കർത്താവ് തരും. കണ്ടിട്ടില്ലേ, ശമ്പളത്തിന്റെ കൂടെ എക്സ്ട്രാ ബോണസ് പോലെ തരുന്നത്. ഹല്ലേലൂയ. എന്തെങ്കിലും നിങ്ങൾക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോ, അസാധാരണമായൊരു ദൈവപ്രവൃത്തി ബോണസ് ചേർത്ത് ദൈവം നമുക്ക് തരും. കർത്താവിന് ഒരു കാര്യവും അസാധ്യം അല്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ. തീച്ചുളിയുടെ നടുവിലൂടെ കടന്നുപോയപ്പോൾ, ഒറ്റപ്പെടലിന്റെ നടുവിലൂടെ കടന്നുപോയപ്പോൾ, ആരും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഈ അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഞാൻ സ്നേഹത്തോടെ നിങ്ങളോടൊരു കാര്യം പറയാം, യേശു മാത്രം മാറിപ്പോയില്ല. അതുകൊണ്ട് എനിക്ക് യേശുവപ്പായെ ഭയങ്കര ഇഷ്ടമാണ്. യേശുവപ്പ അത്ഭുതം ചെയ്തില്ലെങ്കിലും ഇഷ്ടമാണ്. കാരണം എന്റെ ജീവിതയാത്രയിൽ എന്റെ കൂടെ ഇരുന്ന, ആരെക്കാൾ അധികമായി വഴി പറഞ്ഞു തന്ന, ഡയറക്ഷൻ തുറന്നു തന്ന, എത്തിക്കേണ്ട സമയങ്ങളിൽ എത്തിച്ച്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ജയകരമായ ഒരു ജീവിതയാത്ര ചെയ്യുവാൻ എന്റെ അപ്പൻ എന്റെ കൂടെ ഇരുന്നു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അതിൽ പരം എനിക്കൊരു സാക്ഷ്യവുമില്ല. ഏറ്റവും വലിയ സാക്ഷ്യം എന്റെ അപ്പൻ എന്റെ കൂടെ ഇരുന്ന് എന്റെ ജീവിതത്തെ വിജയകരമാക്കി തീർക്കുവാൻ ഹല്ലേലൂയ അത്ഭുതങ്ങൾ ചെയ്തു.
അല്ല, അത് നിങ്ങളുടെ കൂടെ ഇരിക്കും. ആ ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ, ഒന്ന് വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വേണ്ടിയും ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ചില സാഹചര്യങ്ങളിൽ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോഴും ചില അനുഭവങ്ങൾ, ഞാൻ ഒറ്റപ്പെടലുകൾ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, കർത്താവേ, നീ എന്നെ അറിയുന്നില്ലയോ? എന്റെ ചോദ്യങ്ങളാ. അപ്പാ, മനുഷ്യർ അറിഞ്ഞില്ലെങ്കിലും അങ്ങേക്ക് എന്നെ അറിയത്തില്ലയോ? കർത്താവിനോട് പറഞ്ഞു, കുഞ്ഞെ, എന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും എന്നെ അറിയത്തില്ലായിരുന്നു. അവര് പറഞ്ഞു, നീ യെരമ്യാവാ. അല്ലേ, നമ്മൾ വായിക്കുന്നുണ്ട്, നീ യെരമ്യാവാ, എന്തൊക്കെയാ പറഞ്ഞത്. പക്ഷെ പിതാവ് വെളിപ്പെടുത്തിയ ഒരുവൻ പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാ. നമ്മെ ഒരു മനുഷ്യന് മനസ്സിലാകണമെങ്കിൽ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കണം. കർത്താവിനോട് ഇടപെട്ട വചനം. പക്ഷെ ഈ പ്രതിസന്ധിയിലൊക്കെ ഒരു അത്ഭുതം നടന്നു കേട്ടോ. ഏതെല്ലാം കരുനീക്കങ്ങൾ ആരെല്ലാം നീക്കിയാലും എന്റെ കർത്താവ് പ്രാർത്ഥനാ മുറിയിൽ വ്യക്തിസഹിതം, പേര് സഹിതം എനിക്ക് വെളിപ്പെടുത്തി തരുമായിരുന്നു. അനുഭവ സഹിതം എനിക്ക് വെളിപ്പെടുത്തി തരുമായിരുന്നു. അതുകൊണ്ട് ഒരു കുഴിയിലും ചാടിയില്ല. കറക്റ്റ് 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 എന്റെ ദൈവം എന്നെ നടത്തിക്കൊണ്ടല്ലോ. പ്രിയ മക്കളെ, യേശുപ്പ കൂടെ ഉണ്ടെങ്കിൽ ആരുമില്ലെങ്കിലും നമ്മൾ പരിപൂർണ ജയം പ്രാപിച്ചവർ. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ മരണത്തിനോ ജീവനോ ഒന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അല്ല നമ്മളെ മാറ്റിക്കളയാൻ കഴിയത്തില്ല. പാതാളത്തിനോ മരണത്തിനോ അല്ല ഒന്നിനും, ഈ ലോകത്തിന്റെ ഒന്നിനും മാറ്റിക്കളയാൻ കഴിയത്തില്ല. എന്ന് മാത്രമല്ല, വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ ലോകത്തിന്റെ സർവാധിപത്യങ്ങൾക്കോ നമ്മെ ഈ ലോകത്തിൽ തകർക്കുവാനും കഴിയത്തില്ല. ഇത് നാം മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം സമ്പൂർണ്ണ ജയമാ. കർത്താവിന്റെ ദാസനെ, അതെന്റെ അനുഭവമാ. കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയ അനുഭവങ്ങളിൽ ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്. ഏത് അനുഭവങ്ങളിലൂടെ കടന്നുപോയാലും അപ്പന്റെ കയ്യിൽ കൊടുക്കുക, അപ്പനെ കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏത് പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോയാലും വിഷയം അപ്പന്റെ കയ്യിൽ കൊടുക്കുക, അപ്പനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ദാവീദ് കിന്നരം എടുത്തു വായിച്ചു, അപ്പന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, എന്റെ അടുത്തല്ല നിങ്ങൾ വരേണ്ടത്, ദാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴുക്കി ദൈവത്തിന് കൊടുക്കുക, ദൈവത്തുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക, ദൈവത്തിന്റെ സാക്ഷിയാകുക. ഇത് നമ്മളെയൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം, ഇതാണ് എന്റെ ജീവിതാഭിലാഷം, ഇതാണ് എന്റെ ജീവിതത്തിന്റെ ആഗ്രഹം. കർത്താവിനെ കണക്ട് ചെയ്യിപ്പിക്കുക, ദൈവത്തിന്റെ അടുക്കലേക്ക് ആളുകളെ കണക്ട് ചെയ്യുക. യേശുവിന്റെ അടുത്ത് വന്ന ശിഷ്യന്മാരൊക്കെ കണക്ട് ചെയ്ത് വന്നവരാ. ഹല്ലേലൂയ. അന്ത്രയോസ്, പത്രോസ്, നഥനിയേൽ, ഫിലിപ്പോസ് കണക്റ്റഡ്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിലെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മൾ പ്രതിസന്ധിയെ, വിഷയത്തെ യേശുവിന്റെ കയ്യിൽ കൊടുക്കുക, യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. യേശുവിനെ കൊടുക്കുവാൻ നമ്മെ ദൈവം വിളിച്ചിരിക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. എന്റെ ജീവിതാനുഭവങ്ങളിൽ, എന്റെ സാമ്പത്തിക പ്രതിസന്ധികളിൽ, എന്റെ ഒറ്റപ്പെടലുകൾ, നിയമങ്ങൾ കടന്നു വന്നപ്പോൾ, അല്ലെ രോഗങ്ങൾ കടന്നു വന്നപ്പോൾ, അല്ലെ മറ്റു പല വിഷയങ്ങൾ കടന്നു വന്നപ്പോൾ, ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു വിഷയമുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു ചെവി വേദന വരുമായിരുന്നു ദേവദാസനെ. ഒരു ചെവി വേദന നോക്കുമ്പോൾ ചെവി വേദന മാത്രമേ ഉള്ളൂ, അല്ലല്ലേ. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കൂടും. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥന മുറിയിൽ ഇരിക്കുമ്പോൾ ഇത് കൂടും. എനിക്ക് ഒച്ചത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഒന്നുകൂടി കൂടും. അപ്പം ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു. ഞാൻ നാട്ടിൽ വന്നു. ഏറ്റവും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഒരു സർ ഉണ്ട് കോഴിക്കോട്. അദ്ദേഹം കേരളത്തിൽ തന്നെ അബൌ നെക്ക് അദ്ദേഹം അതിന്റെ ഇൻചാർജ് ആണ്. അദ്ദേഹം വളരെ അറിയപ്പെടുന്ന ഒരു ദേവദാസനാണ്. ഒത്തിരി ദൂരെ 2.5 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്ത് അവിടെ പോയി കാണിച്ചു. അദ്ദേഹം ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് ഒരു അസുഖമില്ല, നീ ചെവിക്ക് ഒരു അസുഖവുമില്ല. എന്നിട്ട് അദ്ദേഹം ചിന്തിച്ചു, എനിക്കെന്തോ സൈക്കോളജിക്കലി എനിക്ക് അങ്ങനെ വല്ലതും പ്രശ്നമാണെന്ന് കരുതി അദ്ദേഹം എനിക്കൊരു ടാബ്ലറ്റ് തന്നു, ആന്റി സൈക്യാട്രിക് ടാബ്ലറ്റ്. സോ ഞാനത് കണ്ടപ്പോഴേ എനിക്ക് ടാബ്ലറ്റ് മനസ്സിലായി. കാരണം ഞാൻ സൈക്യാട്രിക് സെന്ററിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ടാബ്ലറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. ഞാൻ സ്നേഹത്തോടെ അത് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ടാബ്ലറ്റ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി. അതായത് എനിക്കൊരു എക്സർസൈസ് തന്നു. ഞാൻ എക്സർസൈസ് ചെയ്തു, മാറിയില്ല. പിന്നെ ഞാൻ തിരിച്ചു. ഏകദേശം 6 മാസത്തോളം ഈ ചെവിവേദന നീണ്ടു നിന്നു. ഒരു ദിവസം ഞാൻ സഹിലിട്ടു. ഞാൻ ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അപ്പൊ ഈ വേദന കൂടും. എങ്കിലും ഞാൻ മുറിയിൽ കിടന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനിയും അടുത്ത നിമിഷം മുതൽ എനിക്ക് ഈ വേദന വേണ്ട. ഞാനിത് അപ്പന്റെ കൈ തരുക. അപ്പന്റെ രക്തത്തിൽ ഞാൻ എന്റെ കാതിനെ മുദ്രയിടുകയാണ്. അങ്ങയുടെ അണിപ്പിണരിൽ വെളിപ്പെട്ട ദൈവിക സൗഖ്യം, ഹല്ലേലൂയ, എന്റെ ഈ കാതിൽ വെളിപ്പെടണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആരുമില്ല കേട്ടോ, ഒറ്റയ്ക്ക് റൂമിലിരുന്ന് പ്രാർത്ഥിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ പ്രേക്ഷകരെ? അടുത്ത നിമിഷം എന്റെ കാതിന്റെ വേദന വിട്ടുപോയതാ, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അത്ഭുത സൗഖ്യം പകരുന്ന ദൈവമാണ്. ക്യാൻസർ മാത്രമല്ല, മാരക രോഗങ്ങൾ മാത്രമല്ല, ചില രോഗങ്ങൾ നമുക്ക് ക്യാൻസറെക്കാട്ടിലും ഭീകരമാണ്.
കാരണം വിട്ടുമാറാതെ വേദന, ചെവി വേദന അറിയാലോ, ഭയങ്കര വേദനയുള്ള ഒരു അനുഭവമാണ്. പക്ഷേ ഹല്ലേലൂയ, ചില സമയങ്ങൾ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ വളരെ എന്നെ തളർത്തിയ ഒരു വേദനയാ വേദന. 6 മാസം എന്ന് പറഞ്ഞ നീണ്ട കാലയളവാ. പക്ഷേ അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പൊ എനിക്കിത് വേണ്ടപ്പാ, എനിക്കിത് വേണ്ട. ദൈവമേ, അങ്ങ് ഇതിനെ എടുത്തു കളയണം. അങ്ങയുടെ അടിപ്പിടരിൽ വെളിപ്പെട്ട വിടുതൽ എന്റെ ശരീരത്തിൽ വെളിപ്പെടണം. പ്രാർത്ഥിച്ചു. ആ നിമിഷം ഈ കെട്ടാബന്ധനം അഴിഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയാ കേട്ടോ. രോഗത്തിന്റെ സൗഖ്യം അവിടുന്ന് മാത്രമാവുള്ളത്. ഇതേപോലെ ഞാൻ നാട്ടിലായിരുന്നപ്പോഴും എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എന്നാലും ഞാൻ ഷോർട്ട് കട്ട് ദൈവം ഓർപ്പിക്കുന്ന പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് ശക്തമായൊരു ടൂത്തേക്ക് വന്നു. അത് ഒന്ന് മാറുമ്പോൾ അടുത്തതിന് വരും, അടുത്തതിന് മാറുമ്പോൾ അടുത്തതിന് വരും. നമ്മുടെ ലൈഫിനെ ഒരുപക്ഷെ എജിറ്റേറ്റ്, ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് കടന്നു വന്നു. ഇതേ അനുഭവം എനിക്കുണ്ടല്ലോ കാതിന്റെ. ഇതുപോലെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. കൂടുതൽ കാലം വെയിറ്റ് ചെയ്തില്ല. ഹല്ലേലൂയ. നമുക്ക് ഈ എന്താ പറയാ, റെമഡി മനസ്സിലായ പിന്നെ ഈസി അല്ലേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ പോലെ റെമഡി എനിക്ക് പിടികിട്ടി. ഇത് സംഭവം വേറെ കേസാണ്. ഒറ്റ പ്രാർത്ഥന, അത്ഭുത സൗഖ്യം വെളിപ്പെട്ടു. പിന്നെ ഞാൻ പോയിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ചില സമയത്ത് രോഗം ഒരു ബാധ പോലെ വരും. രോഗമായിട്ടല്ല, ചില രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിന ലൈക്ക് ടൈം ടേബിളിനെ പോലും ബ്രേക്ക് ചെയ്യും. ഹല്ലേലൂയ. ദൈവസന്നിധിയെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നാം തയ്യാറായാൽ കർത്താവ് ഇറങ്ങി വരും. അത്ഭുതം ചെയ്തിട്ടേ മടങ്ങിപ്പോകത്തില്ല. ഒരു സമയത്ത് ഒരു പൈശാചിക ബാധയിലൂടെ ഞങ്ങളുടെ കുടുംബം കടന്നു പോകേണ്ടി വന്നു. അതുമുണ്ട്. ഹല്ലേലൂയ. എന്റെ ഹസ്ബൻഡിന് ഒരു പ്രാവശ്യം തലവേദന വന്നു. സിവിയർ മൈഗ്രെയിൻ ഉള്ള ആളാണ്. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് സൗഖ്യമാക്കി. നാട്ടിൽ ചെന്നപ്പോൾ ഒരു പ്രത്യേക വിഷയത്തിൽ താൻ ഡീൽ ചെയ്തു. പെട്ടെന്ന് എനിക്കൊരു തലവേദന വന്നു. അപ്പൊ ആ വ്യക്തി ഞങ്ങളോട് പറഞ്ഞു, ഇനിയും നിങ്ങൾ പോകത്തില്ല, വിദേശത്ത് പോകത്തില്ല ഹല്ലേലൂയ എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അത് മനസ്സിലായില്ല, അതിന്റെ അർത്ഥവും മനസ്സിലായില്ല. പക്ഷെ അന്ന് മുതൽ പുള്ളിക്ക് ശക്തമായൊരു തലവേദന, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് എമർജൻസിക്ക് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 4 ഇഞ്ചക്ഷൻ അടിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ മാറിയില്ല. പെട്ടെന്ന് ECG എടുത്തു, അതൊക്കെ ചെയ്തു. തിരിച്ചു വീട്ടിൽ വന്നു. തലവേദന കണ്ടോ, തലവേദനയേ ഉള്ളൂ. പക്ഷെ 4 ഇഞ്ചക്ഷൻസിനോ മെഡിസിൻസിനോ മാറ്റാൻ പറ്റുന്നില്ല. ഒട്ടും കുറയുന്നില്ല എന്നുള്ളത് അത്ഭുതം. ഒട്ടും കുറയുന്നില്ല, 1 മിനിറ്റ് പോലും കുറയുന്നില്ല. പക്ഷെ ഭവനത്തിൽ കടന്നു വന്നു. ഞാനൊരു ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എന്റെ ഭവനത്തിൽ തിരിച്ചു വന്നപ്പോഴായി അനുഭവം. അപ്പൊ എന്റെ മമ്മി ഹസ്ബൻഡിന്റെ മമ്മി എന്നോട് പറഞ്ഞു, മോളെ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞു, മമ്മി മിംസ് വലിയ ഹോസ്പിറ്റലാ, അവിടെ കൊണ്ടുപോയതല്ലേ, പക്ഷെ അവിടെ പോയിട്ട് മാറിയില്ലെങ്കിൽ ഇനിയിപ്പം നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അന്നത്തെ ദിവസം വളരെ ഭാരത്തോടെ എന്റെ മുൻപിൽ അദ്ദേഹം വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. തലവേദനയാ, നിസ്സാരം തലവേദനയാ. പക്ഷെ ഇത് മാറാതെ നിന്നാലുള്ള അനുഭവം ഭയങ്കരമാണ്. അത് പൊട്ടിപ്പോകുന്ന തലവേദന എന്ന് പറഞ്ഞാൽ അത് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. എന്നോട് പറഞ്ഞു, എന്നെ തൊടരുത്. ഇങ്ങനെ തന്നെയാ പറഞ്ഞത്, എന്നെ തൊടരുത്, മാറി നിൽക്കണം. ജസ്റ്റ് ഒന്ന് ഫിസിക്കൽ ടച്ച് പോലും അലോ ചെയ്തില്ല. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, നീ പോണം, നീ തൊടണമെന്ന് പറഞ്ഞു. ഞാൻ ആ തലയിലോട്ട് കൈവച്ചു. സാധാരണ നമ്മൾ ചെയ്തൽ, പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ തലയിൽ ഞാൻ ഇങ്ങനെ കൈവച്ചു. ദൈവാത്മാവിനോട് പറഞ്ഞു, തലയിൽ തൊട്ട് പ്രാർത്ഥിക്കും. ഞാൻ തലയിൽ തൊട്ടു, പ്രാർത്ഥിച്ചു. ആ സമയം ആ തലവേദന വിട്ടുമാറിയും. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കെതിരെ എത്ര ആഭിചാര കെട്ടുകൾ വന്നാലും, നമുക്കെതിരെ എത്ര മന്ത്രവാദ ശക്തികൾ വന്നാലും, ചിലപ്പോൾ മെഡിക്കൽ സയൻസ് കൈമലർത്തും. അവർക്ക് ഡയഗ്നോസിസ് കാണത്തില്ല, അവരുടെ ലിസ്റ്റിൽ ഡയഗ്നോസിസ് കാണത്തില്ല. പക്ഷേ ഡയഗ്നോസിസ് അറിയുന്നവന് ട്രീറ്റ്മെന്റും അറിയാം കേട്ടോ. ഡയഗ്നോസിസ് പറഞ്ഞു കൊടുത്താൽ ട്രീറ്റ്മെന്റ് പുറത്തു വരും. ദൈവം ആ ട്രീറ്റ്മെന്റ് നമുക്ക് തരും. ഹല്ലേലൂയ. കർത്താവ് ട്രീറ്റ് ചെയ്താൽ പെർമനന്റ് ട്രീറ്റ്മെന്റ്. പിന്നെ അതിന് കണ്ടിന്യൂസ് കോഴ്സ് ഒന്നുമില്ല. റൈറ്റ് മൊമെന്റിൽ വെളിപ്പെടും, പെർമനന്റ് ആയി വെളിപ്പെടും. ഞാൻ ഒത്തിരി അനുഭവിച്ച വ്യക്തിയാ. ഈ സന്ദേശം കേൾക്കുന്ന ദൈവ പൈതലേ, തലവേദന ആയിക്കൊള്ളട്ടെ, വിട്ടുമാറാത്ത അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണോ? തുടർച്ചയായ ട്രീറ്റ്മെന്റിലൂടെ കടന്നുപോയി ജീവിതം മടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക്? ആത്മാവ് പറയുന്നു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം കാണും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം കാണും. എന്റെ യേശു ഈ ലോകത്തിൽ വന്നത് രോഗത്തിനെ സൗഖ്യമാക്കാൻ മാത്രമല്ലെങ്കിലും രോഗത്തിലുള്ള സൗഖ്യം യേശുവിലുണ്ട്. എന്റെ ദൈവം ഈ ലോകത്തിൽ വന്നത് പാപത്തിൽ നിന്ന് വിടുതൽ തരാനാണെങ്കിൽ അതിന് മാത്രമല്ല, എന്റെ ദൈവം പാപത്തിൽ നിന്ന് വിടുവിച്ച് മരണത്തിലും വിടുതൽ തരാനുള്ള ദൈവം. എന്റെ ദൈവം മരണത്തിൽ മാത്രം വിടുവിക്കാൻ വന്നതാണ്, അല്ല, മരിക്കാതിരിക്കാൻ നിത്യജീവൻ തരാൻ വേണ്ടി കൂടിയാ ഈ ലോകത്തിൽ എന്റെ അപ്പൻ വന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്, എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാം, എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി കരുതിയ ദൈവം നിങ്ങളെയും കരുതുന്നു. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കാം. കർത്താവിനെ മുറുകെ പിടിക്കാം. അരക്കച്ച കെട്ടുന്നത് പോലെ ദൈവത്തെ, ദൈവവചനത്തെ, ദൈവശക്തിയെ നമുക്ക് കെട്ടാം. ദൈവത്തിൽ ആശ്രയം വെക്കാം. ആര് കൈവിട്ടാലും കൈവിടില്ല. പ്രതിസന്ധിയെ ദൈവത്തിന് കൊടുക്കാം.
ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. വളരെ വ്യക്തമാണ്. വളരെ ശക്തമായ ഒരു ദൈവീയ ഇടപെടലിനെ കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ദൈവത്തിന് ചെലുത്തുവാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായ ഒരു ചിത്രമാണ് കർത്താവിൻ്റെ ദാസി ഷേർലി ബിജി സിസ്റ്ററിലൂടെ നാം കേട്ടുകൊണ്ടിരുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ, ഇടപെടലും ആണ് ദൈവം ചെയ്യുന്നത്. ധാരാളം ലതാദികളും ഫലം പുറപ്പെടുവിക്കുന്നതുമായ വൃക്ഷങ്ങൾ സമൂഹത്തിൽ നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെയാണ് ഓരോ വ്യക്തിയും വ്യത്യസ്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണ്. അതുകൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളും വ്യത്യസ്തമായ രുചിയോടുകൂടിയാണ് വ്യത്യസ്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടല് അത് വേറൊരു ലെവലിലായിരുന്നു, വേറൊരു തലത്തിലായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ദാസിയിൽ നിന്ന് വന്നിരിക്കുന്ന റിസൾട്ടും അത് വേറൊരു തലത്തിലാണ്. ആത്മീയ തലത്തിൽ ആണ് ദൈവം ആ ഒരു റിസൾട്ട്, ആ ഒരു ഫലം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനേകരെ ആത്മീയമായി കൈപിടിച്ചുയർത്തുവാൻ പര്യാപ്തമായ നിലയിലുള്ളതായ ഒരു ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചു. അത് കർത്താവിൻ്റെ ദാസി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. കർത്താവ് ശക്തമായി വീണ്ടും ഉപയോഗിക്കട്ടെ. അനേക പ്രിയപ്പെട്ടവരെ അവർ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ നടുവിൽ അതേ സാഹചര്യത്തിൽ കടന്നുപോയ വ്യക്തി അനുഭവിച്ച ആ വിടുതലുകൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രോതാക്കളായ അരോമ ടിവിയിലെ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശം, ഈ സാക്ഷ്യം, ഈ അനുഭവം ഒരാശ്വാസമായി തീരും, ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഈ സമയം, നിങ്ങളുടെ ജീവിതത്തിൽ അത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി തീർന്നിരിക്കുന്നു. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ആ സ്നേഹം, ആ കരുതൽ, ആ ഇടപെടൽ ആ കൃത്യസമയത്താണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആപ്റ്റായ ഒരു ടൈമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിലായിരിക്കത്തില്ല, ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ആ ടൈമിൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. ആ സമയത്ത് നമ്മളൊന്ന് നിന്നു കൊടുത്താൽ മതി, ആ സമയത്ത് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവ് നമ്മളെ അത്ഭുതകരമായി വിടുവിക്കുവാൻ, പുറത്തു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ചില സന്ദർഭങ്ങൾ, ആ സമയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള പ്രയാസങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. ആ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയണം, കർത്താവ് അടുത്ത് വന്നിട്ടുണ്ട്, കർത്താവിന് പ്രവർത്തിക്കാനുള്ളൊരു അവസരമാണിത്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ നിന്നു കൊടുക്കുക. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ കർത്താവ് ഏതൊക്കെയോ വ്യക്തികളെ, ഏതൊക്കെയോ സാഹചര്യങ്ങൾ, ഏതൊക്കെയോ വഴികൾ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നതിൻ്റെ അടുക്കലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതായ ആ ഒരു വേദനയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സന്ദേശം, ഈ സാക്ഷ്യം, ഈ അനുഭവം ഒരു അനുഗ്രഹമായി തീർന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത്, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ മുൻപാകെ നിങ്ങൾ പിന്മാറിപ്പോകാതെ അതിനെ ജയിക്കുവാൻ, അതിനെ ഓവർകം ചെയ്യുവാൻ, അതിലൂടെ ദൈവീയ സ്പർശനം, സാന്നിധ്യം, ദൈവീയ ഇടപെടൽ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ എഴുന്നേൽക്കുവാൻ, മുന്നോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാകുമോ? ഈ സന്ദേശം അതിന് പര്യാപ്തമാണ്. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദൈവീയ സ്പർശനം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അടുത്തൊരു ടെസ്റ്റ് മണി കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്തൊരു സന്ദേശം കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്തൊരു അവസരം ഉണ്ടാകാൻ വേണ്ടി, അല്ലെങ്കിൽ അടുത്തൊരു പ്രശ്നം വരട്ടെ അപ്പോൾ ആകട്ടെ എന്ന് വിചാരിക്കാതെ, സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, യുവാവേ, യുവതി, ഇപ്പോൾ തന്നെ നീ യേശുവിൻ്റെ മുൻപാകെ ആ ദൈവീയ സ്പർശനത്തിന് വേണ്ടി ഒന്ന് സമർപ്പിക്കുക. കർത്താവെ, അങ്ങനെ തുടരണമേ. അങ്ങയുടെ കരങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ പര്യാപ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷേർലി ബിജി ആമേൻ ഒരു മിനിറ്റ്, ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിച്ചാണ്. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥനായ ദൈവമേ, നാഥ, ഈ നല്ല പകലിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, കുറച്ച് സമയങ്ങൾ കർത്താവിന്റെ സാക്ഷ്യവുമായി, വചനവുമായി
ഒരുമിച്ച് പ്രേക്ഷകരോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ഇതിന് കാരണമായി തീർന്ന കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകണമേ. അനേകർക്ക് വിടുതലിന്റെ വാതായനം ചാലനുകൾ തുറന്നു കൊടുക്കുവാൻ കർത്താവ് ഒരുക്കിയ ഈ പ്രസ്ഥാനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, പ്രേക്ഷകരായി ഇതിനു മുൻപിൽ ദൈവശബ്ദത്തിന് മുൻപിലായിരുന്ന എല്ലാ കർത്താവെ മാന്യ സഹോദരന്മാർക്കായി പ്രാർത്ഥിക്കുന്നു പിതാവെ. ഏതെല്ലാം ജീവിതത്തിന്റെ മണ്ഡലങ്ങളിൽ, ജീവിത പശ്ചാത്തലത്തിലാണ് അവർ ഈ ശബ്ദം കേൾക്കുന്നത് എന്ന് ഞങ്ങൾ അറിയുന്നില്ല. സകല ഹൃദയങ്ങളെയും സകല ദുരന്തങ്ങളെയും അറിയുന്ന ദൈവമേ, അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം ദൈവം അവർക്ക് നൽകി കൊടുക്കണമേ. കർത്താവെ, മാനസികമായി തകർന്ന്, ശാരീരികമായി ബലഹീനത അനുഭവിച്ച്, സാമ്പത്തികമായി തകർന്ന്, ജീവിതത്തിൽ മടുത്ത ഹല്ലേലൂയ കേൾക്കുന്ന ചിലർ ഇതിന്റെ നടുവിലുണ്ട്. കർത്താവെ, എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് പോകണമെന്നറിയാതെ, ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി നിൽക്കുന്ന മാന്യ വ്യക്തികൾ ഇതിന്റെ നടുവിലുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക കരം അവരെ തൊടുമാറാകണമേ. ദൈവത്തിന്റെ കരം അവരെ സ്പർശിക്കുമാറാകണമേ. ഇന്നലെ വരെ കാണാത്തത് കാണുവാൻ, ഇന്നലെ വരെ അനുഭവിക്കാത്തത് അനുഭവിക്കുവാൻ, ഇന്നലെ വരെ കർത്താവെ കേട്ടിട്ടില്ലാത്തത് കേൾക്കുവാൻ, ഇന്നലെ വരെ കർത്താവെ കാണാത്തത് കാണുവാൻ, ഇന്ന് പകലിൽ ഈ നിമിഷം ദൈവം അവർക്ക് കൃപ കൊടുക്കുമാറാകണമേ. അനാദ്യ സ്നേഹത്താൽ ഞങ്ങളെ അങ്ങ് സ്നേഹിച്ച ആ സ്നേഹം അവരുടെ വിഷയത്തെ ഏറ്റെടുക്കുന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ചലിക്കാതെ കിടക്കുന്നതിനെ ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിച്ച് ഇന്ന് പകലിൽ ഒരത്ഭുതമാക്കി പുറത്തു കൊണ്ടുവരുവാൻ പ്രാർത്ഥിക്കുകയാ. കർത്താവെ, അങ്ങയുടെ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ ഇല്ലാതെ ഇരുന്ന ഭൂമി, ശൂന്യമായ ഭൂമി സൃഷ്ടിപ്പുള്ള ഭൂമിയായി മാറിയതുപോലെ കർത്താവെ, ശൂന്യതയിൽ കിടക്കുന്ന കുടുംബങ്ങൾ, കർത്താവെ, ഉണങ്ങിക്കിടക്കുന്ന കുടുംബങ്ങൾ ആഴത്തിലെ ഇരുട്ട് മാറി വെളിച്ചമായി, പ്രകാശമായി, കർത്താവെ, സൃഷ്ടിയായി അവിടുന്ന് ശൂന്യമായത് പ്രയോജനമായി പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സംഭവിക്കട്ടെ, അത്ഭുതങ്ങൾ ചെയ്താട്ടപ്പാ. ഹല്ലേലൂയ. വേദനയോടെ, സാമ്പത്തികമായി തകർന്ന്, ഭാരത്തോടെ, കർത്താവെ, ആരോടും പറയാൻ കഴിയാതെ, നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ കഴിയുന്ന പ്രേക്ഷകർ ഇതിന്റെ നടുവിലുണ്ടല്ലോ. കർത്താവെ, അനാദിയായി സ്നേഹിച്ച സ്നേഹം ഇന്ന് രാത്രിയിലല്ല, ഈ കേൾക്കുന്ന ഈ സമയം തന്നെ അവരെ തൊട്ട് സൗഖ്യമാക്കുമാറാകണം, അവരെ തൊട്ട് വിടുവിക്കുമാറാകണം. സ്റ്റക്കായി കിടക്കുന്ന വിഷയങ്ങൾ ചലിപ്പിച്ചു തുടങ്ങുമാറാകണമേ. പ്രതീക്ഷയില്ലാതെ നിർജീവമായി കിടക്കുന്ന, ഭാവിയില്ലാതെ ഹല്ലേലൂയ ബ്ലോക്കായി കിടക്കുന്ന ചില മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഭാവി കർത്താവെ അടഞ്ഞുപോയി, കർത്താവെ ഫിനാൻഷ്യലി സാമ്പത്തികമായി തകർന്നു പോയി, കർത്താവെ ഒരു ഇൻകം ഇല്ലാതെ, കർത്താവെ പലവിധ വേദനകളിൽ കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും ഓർക്കുന്നപ്പ, സ്പിരിച്വലി ഡ്രൈ ആയ കുടുംബങ്ങൾ, മറ്റ് പല വിഷയങ്ങളിൽ ഒറ്റപ്പെട്ട കുടുംബങ്ങൾ, യേശുവിന്റെ സാന്നിധ്യം പോലും നഷ്ടപ്പെട്ട കുടുംബങ്ങൾ, ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കവേ ആത്മാവിന്റെ ശബ്ദത്തിങ്കൽ കർത്താവെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിർജീവമായത് ജീവങ്കിലേക്ക് മടങ്ങി വരട്ടെ. സ്റ്റക്കായത് ഒരു മൂവ്മെന്റ് മടങ്ങി വരട്ടെ. ബ്ലോക്കായി കിടക്കുന്നത് ഓപ്പൺ അപ്പ് ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതലുകൾ വ്യാപരിക്കട്ടെ. നീതിയുള്ള കർത്താവിന്റെ നീതിയുള്ള വലങ്കൈ ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം സഹായിക്കും, എല്ലാവരോടും മനസ്സലിവ് കാണിക്കും, കരുണയുള്ള കരം നീട്ടും, വലിയ സാക്ഷികളെ ഇതിന്റെ നടുവിൽ എഴുന്നേൽപ്പിക്കും. കർത്താവേ, ഹല്ലേലൂയ. എല്ലാ പ്രേക്ഷകരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ശുദ്ധീകരിച്ച നിത്യതയ്ക്ക് വേണ്ടി ഓരോരുത്തരെയും ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന ഈ രാമറ്റിയുടെ പ്രസ്ഥാനങ്ങൾ കർത്താവ്, ഇതിന്റെ എല്ലാ ചാനൽ വർക്കുകൾ, എല്ലാ കർത്താവെ കോർഡിനേഷൻ എല്ലാത്തെയും ഒപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ്, ഇത് വിശാലതയിലേക്ക്, അങ്ങയുടെ മഹത്വത്തിന്റെ വിശാലതയിലേക്ക് ഇത് മാറ്റപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. മഹത്വം മുഴുവനും അപ്പച്ചനും മാത്രം. പ്രാർത്ഥന കേട്ട നല്ല ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. താങ്ക് യു കർത്താവിന്റെ സിസ്റ്റർ ഷേർലി ബിജി. അനുഗ്രഹീതമായ ജീവിതാനുഭവവും സാക്ഷ്യവും ദൈവീയ ആലോചനകളും പങ്കുവച്ചതിനെ കർത്താവിന്റെ ദാസികളെ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത്രത്തോളം സമയം ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളുള്ളതായ നന്ദി, സ്നേഹം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശം, ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, കാണട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവത്തിന് മഹത്വം ലഭിക്കുവാനിടയായിത്തീരും. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കുക, മിസ് കോൾ വിടുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. വീണ്ടും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണും വരെയും എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ.
ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com